ഓക്കെ, താങ്ക് യു ഫ്രാൻസിസ് ജി. നമ്മളെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മളിപ്പോ അടുത്തൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേർന്നിരുന്നു. അപ്പൊ നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ സംഘടന ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ട് എന്ന് അംഗങ്ങളിൽ നിന്ന് വന്ന ഒരു സജഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് രാജനായർ സാറിനെ കിട്ടിയപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റി. രാജനായർ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. തൈക്കാട് ട്രെയിൻ രജനി കേൾക്കാമോ? രജനി കേൾക്കാമോ? ട്രെയിനിങ്ങിന് പോയപ്പോ വളരെ നല്ല ക്ലാസ് ആണ്. ഹലോ, കേൾക്കാമോ ഫ്രാൻസിസ് ജി? കുറച്ചു നേരം ഒരു ഞാനിവിടെ മാനന്തവാടിയുള്ള റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. രാജനാഥ് സാറ് നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് റിട്ടയർഡ് അക്കൗണ്ട്സ് ഓഫീസറായി വർക്ക് ചെയ്ത ആളാണ്. റിട്ടയർഡ് ആണ്. സർവീസ് കാര്യങ്ങളെ പറ്റി നല്ല അവഗാഹമുള്ള ആളാണ്. സാറിനെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടിയത് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു. സാറിനെ വളരെ ബഹുമാനപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കേൾക്കാനിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും, KGRയിലെ എല്ലാ ഒരു മിനിറ്റ് കേട്ടോ, ഞാനിത് ഇവരെ ഒന്ന് ക്രമീകരിച്ചോട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ക്രമീകരിച്ചോട്ടെ. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ദയവ് ചെയ്തിട്ട് സാറ് വെച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം പ്ലീസ്. Okay, now it is very clear. Ragamallo sir. Rajan sir, please welcome. Okay, thank you. നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. KGRയുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു. സംസ്ഥാന സർവീസിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിരവധി റൂളുകൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ടതായ ഉദ്യോഗസ്ഥരാണ് നമ്മൾ. സാർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സാറിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ സാർ. വീഡിയോ ഇത്തിരി മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് സാറേ. നോക്കട്ടെ സാർ. വീഡിയോ ഇവിടെ ഏതിലാണ് സാറേ? വീഡിയോ ഞാൻ സൗണ്ടിന്റെ തൊട്ട് ഇപ്പുറത്തായിരുന്നു. സൗണ്ടിന്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡില് രണ്ടാമത്തെ ഐക്കണാണ്. സൗണ്ടിന്റെ തൊട്ട് താഴെയല്ല, തൊട്ട് ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡില്. ഇതിലൊന്നും ഇല്ലല്ലോ സാർ. Changes that are easily reversed, changes that can be reversed by reversing the conditions are called conditions to obtain the original. വീഡിയോ ഓൺ ആയോ? വീഡിയോ ഓൺ ആയിട്ടില്ല സാറേ. ഇതില് ഏത് ഇതുള്ള വീഡിയോ? ഇതിനകത്ത് ആ വീഡിയോന്റെ ഒരു ഐക്കൺ ഉണ്ട്. വീഡിയോന്റെ ഒരു ഐക്കൺ താഴെ. വീഡിയോ ചാറ്റ് സ്റ്റേറ്റ്. ഇപ്പൊ കാണാമോ സാർ? ഒരു മിനിറ്റ് സാർ. ആയോ സാർ? ഓൺ ആയിട്ടില്ല സാർ. Okay. Now it is okay. 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 Sir, continue. Okay. എല്ലാ ബഹുമാന്യരായ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം.
നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. സർക്കാർ സർവീസിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ നിരവധി റൂളുകൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ടതായ ഉദ്യോഗസ്ഥരാണ് നമ്മൾ. തൊഴിൽപരമായ ചട്ടങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നാം ചിലപ്പോൾ മറന്നു പോകുന്നു. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്തെല്ലാം അവകാശങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുവാൻ അർഹതയുണ്ട്, ഇത്തരം കാര്യങ്ങളിലോട്ടൊന്നും തന്നെ പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ ഡീപ്പായി ചെന്നെത്താറില്ല. ഇവിടെ വളരെ 1 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളെ പൂർണ്ണമായും ബോധവൽക്കരിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. എങ്കിലും മിനിമം അവയർനെസ് നമ്മുടെ സർവീസ് കാര്യങ്ങളിൽ ചെറിയ ഒരു അവഗാഹം നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ 2 സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സർവാത്മന സ്വാഗതം ചെയ്യുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുകയുമാണ്. നമ്മുടെ സർവീസിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരള സർവീസ് റൂൾസ് ഉള്ളത്. എന്നാൽ പൊതുവെ നമ്മളെ സർക്കാർ സർവീസിലേക്ക് നിയമിക്കപ്പെടുന്നത് ആ ചട്ടം ഉപയോഗിച്ചിട്ടല്ല. അത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അവിടെ 2 സർവീസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് സർവീസ്, മറ്റൊന്ന് സബോർഡിനേറ്റ് സർവീസ്. സംസ്ഥാനത്തെ ഗസറ്റഡ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പൊതുവെ പറയുന്നതാണ് സ്റ്റേറ്റ് സർവീസ്. സംസ്ഥാനത്തെ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെ പൊതുവെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് സർവീസ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം സബോർഡിനേറ്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സബോർഡിനേറ്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നാലും സ്റ്റേറ്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നാലും അവർക്കെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് കേരള സർവീസ് റൂൾസ് തന്നെയാണ്. കേരള സർവീസ് റൂൾസ് 3 ഭാഗമായിട്ടാണ് സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇവിടെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. എന്നാൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി ഒരു പുസ്തകത്തിലും അതിനെ വോളിയം 1 എന്ന് പറയും. പാർട്ട് 3നെ 2ാം വോളിയം എന്ന് പറയും. അപ്പൊ 2 വോളിയം 3 പാർട്ട്. ഇവിടെ പ്ലീസ് നിങ്ങൾ മറ്റുള്ള പാർട്ടിസിപ്പൻസ് ദയവായി മ്യൂട്ട് ചെയ്ത് വെക്കുക. പ്ലീസ്. ഓരോ പാർട്ടിലും 100ൽ റൂൾസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 1ാമത്തെ പാർട്ടിൽ 1 മുതൽ 159 റൂൾസ് ഉണ്ട്. 2ാമത്തെ പാർട്ടിൽ 1 മുതൽ 116 റൂൾസ് ഉണ്ട്. 3ാമത്തെ പാർട്ടിൽ 1 മുതൽ 151 റൂൾസ് ഉണ്ട്. ഈ ഓരോ പാർട്ടും ഓരോ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് പാർട്ട് 1 എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൊതുവായി ബാധിക്കുന്നതായ കാര്യങ്ങൾ. ഒറ്റ വാക്കിൽ നമുക്കതിനെ പറഞ്ഞാൽ ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസസ് എന്ന് പറയാം. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനെ കുറിച്ചും ഇൻക്രിമെൻറ്റിനെ കുറിച്ചും അവധിയെക്കുറിച്ചും ഡെപ്യൂട്ടേഷനെ കുറിച്ചും ജോയിനിങ് ടൈമിനെ കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നത് പാർട്ട് 1ലാണ്. നിങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ആ യാത്ര ചെയ്യുന്ന വേളയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ളതായ യാത്രാപ്പടിയെക്കുറിച്ച് മാത്രമാണ് പാർട്ട് 2ൽ പറയുന്നത്, അല്ലെങ്കിൽ പാർട്ട് 2ൽ പറയുന്ന 116 റൂളുകളിലൂടെ പറയുന്നത്. നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളതായ ഉദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരമിക്കുന്ന സമയത്ത്, സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് എന്തെല്ലാം പെൻഷനറി ബെനിഫിറ്റ്സ് ലഭിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് പാർട്ട് 3ലെ 151 റൂൾസ്. അവിടെ 139 റൂൾസ് വരെ മാത്രമേ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ.
എന്നാൽ 140 മുതൽ 151 വരെയുള്ള 12 റൂളുകൾ പ്രതിപാദിക്കുന്നത് സർവീസ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ സർവീസ് ബുക്കിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആർക്കെല്ലാമാണ് സർവീസ് ബുക്ക് വേണ്ടത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ആ മൂന്നാമത്തെ പാർട്ടിലെ 12 റൂളുകൾ പറയുന്നത്. ഏതായാലും ഈ 3 പാർട്ടുകളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, ഇതിൻ്റെ റൂളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പാർട്ടും കൂടി ചേർത്ത് മാത്രമേ റൂളുകളെ പറയാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസിൻ്റെ പാർട്ട് 1 റൂൾ 31 പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഇൻക്രിമെൻറ്റിൻ്റെ റൂൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാനതിന് മറുപടി ആയിട്ട് പറയുന്നത് പാർട്ട് 1 റൂൾ 31 എന്ന് നോക്കാനാണ്. പക്ഷെ ഞാൻ പാർട്ട് പറയാതെ വെറുതെ KSRൻ്റെ റൂൾ 31 പരിശോധിക്കാൻ പറഞ്ഞാൽ അത് അപ്രസക്തമാണ്, അത് ഇറലവൻ്റ് ആണ്. എന്തെന്നാൽ 31 എന്ന് പറയുന്നതായ റൂള് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 അപ്പോൾ കേരള സർവീസ് റൂൾസിൻ്റെ ഏതെങ്കിലും റൂളുകളെ കുറിച്ച് നാം ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കാനായിട്ട് പറയുകയോ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ കൃത്യതയോടുകൂടി പറയേണ്ടി വരും, ഇന്ന പാർട്ടിലെ ഇന്ന റൂള് എന്ന് പറയണം. നമ്മൾ പാലിക്കേണ്ടതായ ഒരു രീതി. ഇനി കേരള സർവീസ് റൂൾസിനനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ സെക്രട്ടറി നമുക്ക് ഒരു 3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ പ്രൊബേഷൻ, അത് റെഗുലറൈസേഷൻ. നമ്മൾ സർവീസിൽ പ്രവേശിക്കുന്നത് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കിയാണ്. അപ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥനും ആദ്യമായി സർക്കാർ സർവീസിൽ പ്രവേശിക്കേണ്ടി വരുമ്പോൾ അവർ നൽകേണ്ടതായ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഏത് റാങ്കിലുള്ള മെഡിക്കൽ ഓഫീസറിൽ നിന്നാണ് വാങ്ങി നൽകേണ്ടത് എന്ന് ഇന്ന് നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലറിക്കൽ വിഭാഗത്തിലിരിക്കുന്നതായ പലർക്കും സംശയമുണ്ട്. 30/6/2011 ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഭേദഗതിയായിട്ട് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്തതായ മെഡിക്കൽ ഓഫീസർ മതിയാകും ഏതൊരു ഉദ്യോഗസ്ഥനും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കോമ്പിറ്റന്റ് അതോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നു, ഏത് ഡോക്ടറിൽ നിന്നാണ് ഞാൻ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സധൈര്യം നിങ്ങൾക്ക് പറയാം, അത് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലുള്ള അസിസ്റ്റന്റ് സർജനായാലും മതിയാകും. അതിന് മേളിലോട്ട് ആരായാലും കുഴപ്പമില്ല. പക്ഷേ അസിസ്റ്റന്റ് സർജൻ എന്നുള്ള റാങ്ക് വരെയുള്ളവർക്ക് വരെ ഇപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. മുൻപ് അങ്ങനെയല്ല. മുമ്പ് സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്തതായ മെഡിക്കൽ ഓഫീസേഴ്സിന് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല. പക്ഷെ അവിടെ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം എൻ്റെ മുന്നിലുള്ള ഓഫീസേഴ്സ്, നിങ്ങൾ സർക്കാർ സർവീസിൽ 2011 ശേഷമാണ് പ്രവേശിച്ചതെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും, നിങ്ങൾ അസിസ്റ്റന്റ് സർജനോ അല്ലെങ്കിൽ സിവിൽ സർജനോ അസിസ്റ്റന്റ് ഡയറക്ടറോ ആരിൽ നിന്ന് നിങ്ങൾ വാങ്ങി, ഏത് ഓഫീസറിൽ നിന്ന്, ഏത് മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊടുത്താലും ആ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോയും അതോടൊപ്പം നിങ്ങളുടെ കൈരേഖയും കൂടി ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏത് മെഡിക്കൽ ഓഫീസറാണോ നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നത് അദ്ദേഹം അറ്റസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് വ്യവസ്ഥ. ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്തതായ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഹാജരാക്കി കഴിഞ്ഞാൽ പ്രവേശന സമയത്ത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ച് ഈ പറയുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖയോടൊപ്പം തന്നെ നിങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസ രേഖയോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്നതായ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടി നിയമനാധികാരിയുടെ മുമ്പാകെ ഹാജരാക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ സർവീസ് പുസ്തകം ഓപ്പൺ ചെയ്തിരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്തതായ സർവീസ് ബുക്കിൻ്റെ 1 മുതൽ 4 വരെയുള്ള പേജുകളുടെ ഫോട്ടോ പകർപ്പെടുത്ത് അതും നിങ്ങൾ നൽകിയതായ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ശുപാർശയോടൊപ്പം തന്നെ അയക്കുന്ന നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഈ 3 രേഖയും കൂടി ചേർത്ത് നിങ്ങളെ ഏത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് അവിടേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ PSC നേരിട്ട് വിളിച്ചിട്ട്
നിങ്ങളുടെ ബയോമെട്രിക്കൽ അടയാളം ശേഖരിക്കും. അങ്ങനെ നിങ്ങളുടെ ബയോമെട്രിക്കൽ അടയാളം ശേഖരിച്ചതിന് ശേഷം നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ ബയോമെട്രിക്കൽ അടയാളവും കൈരേഖയും പബ്ലിക് സർവീസ് കമ്മീഷൻ എടുത്തിട്ടുള്ള കൈരേഖയും തമ്മിൽ ഒത്തുനോക്കുകയും രണ്ടും ഒന്നാണ് എന്ന് PSCക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു സ്ഥിരീകരണ കത്ത് കൺഫർമേഷൻ നിങ്ങളുടെ നിയമനാധികാരിക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ നിയമനാധികാരിക്ക് കിട്ടിയതിന് ശേഷം മാത്രമാണ് മറ്റ് നടപടികളോടൊപ്പം, മറ്റു നടപടി എന്ന് പറഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ സമാന്തരമായി നടക്കും. അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടും പബ്ലിക് സർവീസ് കമ്മീഷന്റെ കൺഫർമേഷനും കൂടി വന്നാൽ മാത്രമേ നിങ്ങളെ ആദ്യം പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിയമനം റെഗുലറൈസ് ചെയ്യണമെങ്കിൽ അത് ഈ പറയുന്നതായ കൺഫർമേഷൻ, PSCയുടെ കൺഫർമേഷൻ ലഭിച്ചിരിക്കണം, പബ്ലിക് സർവീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെരിഫിക്കേഷനും ലഭിച്ചിരിക്കണം. ഈ രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു ഉത്തരവ് വരും. നിങ്ങളുടെ തസ്തിക നിങ്ങൾ പ്രവേശിച്ച അന്ന് മുതൽ തന്നെ റെഗുലറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റെഗുലറൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പ്രൊബേഷൻ തുടങ്ങുന്നുള്ളൂ. നിരീക്ഷണകാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരീക്ഷണകാലം എന്ന് പറയുന്നത് 3 വർഷത്തെ സർവീസിനിടയിൽ 2 വർഷക്കാലത്തെ ഡ്യൂട്ടി പീരീഡാണ് പറയുന്നത്. അപ്പോൾ 2 വർഷക്കാലം കാഷ്വൽ ലീവ് അല്ലാതെ മറ്റേതെങ്കിലും ലീവ് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ 2 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടി പീരീഡ് ആയിക്കഴിയും. അങ്ങനെ ഡ്യൂട്ടി പീരീഡ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട്, അതായത് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചും നിങ്ങളുടെ സ്വഭാവത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം നിങ്ങളുടെ നിയമനാധികാരിക്ക് നൽകിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ നിയമന ഉത്തരവും നിങ്ങളുടെ 2 വർഷക്കാലത്തെ ഡ്യൂട്ടി പീരീഡിന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കടമ്പയും നിങ്ങൾ കടന്നിരിക്കുന്നു. അതിനെ തുടർന്ന് നിങ്ങളുടെ നിയമനാധികാരിക്ക് അത് DMO ആണെങ്കിലും DHS ആണെങ്കിലും പ്രൊബേഷൻ തൃപ്തികരമായി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പ്രൊബേഷൻ തുടങ്ങുന്നത് നിങ്ങളുടെ റെഗുലറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെഗുലറൈസേഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതെല്ലാം 6 മാസത്തിനുള്ളിൽ വരണം അല്ലെങ്കിൽ ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ ചട്ടം പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ റെഗുലറൈസേഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ റെഗുലറൈസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നിങ്ങളുടെ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട് അവിടുത്തെ ക്ലാർക്കുമായിട്ട് ബന്ധപ്പെട്ട് DMOയിലോ DHSലോ എവിടെയാണെന്ന് വെച്ചാൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടി ദയവായി സ്വീകരിക്കണം. അപ്പോൾ റെഗുലറൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊബേഷൻ ആരംഭിക്കുന്നുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി പോലീസ് വെരിഫിക്കേഷൻ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ അയച്ചു കൊടുത്തിരിക്കും. നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നതായ ജില്ലാ പോലീസ് സൂപ്രണ്ടിനാണ് കത്ത് പോകുന്നത്. അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗമാണ് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ വന്ന് കണ്ട് നിങ്ങളെയും വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെയും എല്ലാം കണ്ടതിന് ശേഷം അവർ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മേധാവിക്ക് നിങ്ങളുടെ നിയമനാധികാരിക്ക് നൽകുന്നതാണ്. അത് ലഭിച്ചു കഴിയും. അതോടൊപ്പം തന്നെ കൺഫർമേഷനും PSCയിൽ നിന്നും വരും. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് റെഗുലറൈസേഷൻ വരുന്നത്. അപ്പോൾ ഇതിലെവിടെയെങ്കിലുമൊക്കെ ഡിലേ വന്നു പോയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ടതായ ആ റിപ്പോർട്ട് നിങ്ങളുടെ നിയമനാധികാരി, നിങ്ങളുടെ ക്ലർക്ക് അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ അത് സമയത്തിന് പോകില്ല. അവർക്ക് സമയത്തിന് ചെന്നാൽ മാത്രമേ അവർക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലെവിടെയെങ്കിലുമൊക്കെ ഡിലേ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം തുടർന്ന് അതെവിടെയാണ്, അത് PSCയിലാണോ അതല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പോയി തിരക്കാനും കഴിയും. ഇതാണ് നിങ്ങളുടെ പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പ്രൊബേഷനെ പറ്റി സൂചിപ്പിക്കാനുള്ളത്, 19/10/2013 ശേഷം നിങ്ങൾ SSLC, +2, ഡിഗ്രി തലങ്ങളിൽ നിങ്ങൾ മലയാളം ഒരു ഐച്ഛിക വിഷയമായിട്ട് എടുത്തിട്ടില്ലാത്ത ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾ മലയാളം പരീക്ഷ കൂടെ പാസ്സാകണമെന്നൊരു നിബന്ധന കൂടിയുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊഴികെ മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ഒരു പരീക്ഷ കൂടെ പാസ്സാകണമെന്ന് OAമാർക്കും അത് ബാധകമാക്കിക്കൊണ്ട് ഉത്തരവായിട്ടുണ്ട്. അപ്പം എല്ലാവരും 19/10/2013 ശേഷം സർവീസിൽ കയറുന്നതായ ഏതൊരു ഉദ്യോഗസ്ഥനും മലയാളം നിർബന്ധമായും പഠിച്ചിരിക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് മീഡിയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ
ഡിഗ്രി തലത്തിൽ നിങ്ങൾക്ക് മലയാളം പഠിച്ചിട്ടില്ല, +2 തലത്തിൽ നിങ്ങൾ മലയാളം പഠിച്ചിട്ടില്ല, SSLCയിൽ നിങ്ങൾ മലയാളം പഠിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്രയും വേഗം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നതായ വകുപ്പ് തല പരീക്ഷ മലയാളം, അതല്ലെങ്കിൽ മലയാളം മിഷൻ എന്ന് പറയുന്നതായ സംസ്ഥാനത്തെ സ്ഥാപനം നടത്തുന്നതായ ഒരു മലയാളം പരീക്ഷയുണ്ട്. ഹയർ ഡിപ്ലോമയ്ക്ക് തുല്യമായ പരീക്ഷയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ വിജയിക്കണം. അങ്ങനെ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിനുള്ളതായ എല്ലാ കടമ്പയും നിങ്ങൾക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് കേരള സർവീസ് റൂളിലല്ല. അത് പറയുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലാണ്. അതിലെ 39 റൂളുകളാണ് അതിനകത്തുള്ളത്. അതിലെ 18 മുതൽ 21 വരെയുള്ള ചട്ടങ്ങളിലാണ് പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രൊബേഷൻ നിങ്ങൾക്ക് 3 കൊല്ലക്കാലമാണ്. ആ 3 കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലക്കാലത്തെ ഡ്യൂട്ടി പീരീഡും മലയാളം പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ അതും കൂടി പാസ്സാകണം. അങ്ങനെ വന്നില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് അസുഖമോ മറ്റേതെങ്കിലുമൊക്കെ കഴിഞ്ഞ് 3 കൊല്ലത്തിനകത്തുള്ള ഡ്യൂട്ടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എക്സ്റ്റൻഷൻ വാങ്ങേണ്ടി വരും എംപ്ലോയി. അതല്ല, അങ്ങനെ എക്സ്റ്റൻഷൻ വാങ്ങിയില്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് പ്രൊബേഷൻ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വളരെ കർക്കശത്തോടു കൂടിയാണ് സർക്കാരും വകുപ്പ് തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ മുന്നിലിരിക്കുന്നതായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രൊബേഷൻ ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ളതായ നടപടികൾ ഡിലേ ആക്കരുത്. എവിടെയെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മറ്റൊന്ന് പറയുന്നത്, നമ്മുടെ സർവീസിൽ പ്രധാനപ്പെട്ടതായ നിങ്ങളുടെ പലരും പലപ്പോഴും സർവീസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവധികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് പോകാം. അപ്പോൾ ഇതെല്ലാം കേരള സർവീസ് റൂൾസിലാണ് പറയുന്നത്. കേരള സർവീസ് റൂള് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന റൂളുകളൊക്കെ പാർട്ട് 1-ലും 2-ലും 3-ലും ഒക്കെയുള്ള റൂളുകളെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ പാർട്ട് 1-ൽ 61-ാമത്തെ ചട്ടം മുതൽ 124 വരെയുള്ള ചട്ടങ്ങളിലാണ് അവധിയെക്കുറിച്ച് പറയുന്നത്. കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ഒരു അവധിയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. അത് ആകസ്മിക അവധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കലണ്ടർ വർഷത്തിൽ നമുക്ക് ലഭിക്കുന്നതായ അവധിയാണ്. 20 എണ്ണമാണ് പൊതുവെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നൽകപ്പെടുന്നത്. ഇതിൽ കൂടുതലും കുറവ് നൽകുന്നതായ അല്ലെങ്കിൽ ലഭിക്കുന്നതായ ഉദ്യോഗസ്ഥരുമുണ്ട്. 15 എണ്ണം മാത്രമേ അധ്യാപക വിഭാഗത്തിന് ലഭിക്കുന്നുള്ളൂ. എന്നാൽ പോലീസ് സേനയിലുള്ളതായ അംഗങ്ങൾക്ക്, സേനാ അംഗങ്ങൾക്ക് അത് 25 എന്നുള്ള രീതിയിലാണ് ലഭിക്കുന്നത്. മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അത് 20 എണ്ണമാണ്. ഈ 20 കാഷ്വൽ ലീവ് നിങ്ങൾക്ക് ഒരു കലണ്ടർ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നതാണ്. അത് ഡ്യൂട്ടി എന്നുള്ള നിർവചനത്തിലാണ് ലഭിക്കുന്നത്. നിങ്ങൾ ആ അവധി എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത വർഷം അത് ക്യാരി ഓവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കാഷ്വൽ ലീവിനോട് ചേർത്ത് മറ്റേതെങ്കിലും അവധികൾ എടുക്കുന്നതിന് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അതും കൂടിയുണ്ട്. അപ്പോൾ കാഷ്വൽ ലീവിനെ ഒരിക്കലും നിങ്ങൾ അവധിയായിട്ട് പരിഗണിക്കരുത്. ഇനി അവധി എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ അവധിയെ വ്യാഖ്യാനിക്കുന്നു. ഒന്ന് സാധാരണ അവധി എന്നാണ് പറയുന്നത്, മറ്റൊന്ന് പ്രത്യേകമായ അവധി. അപ്പോൾ ഏതാണ് സാധാരണ അവധി എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നതിൽ ഞാനത് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ സാധാരണ അവധിയുടെ പട്ടികയിൽ ഏതെല്ലാം അവധികൾ വരും നമുക്ക് നോക്കാം. അതിലാദ്യം വരുന്നത് അവധിയാണ് ആർജിത അവധി എന്ന് പറയുന്നത്. സമ്പാദന അവധിയെന്നും ഏൺ ലീവ് എന്നും ഒക്കെ തന്നെ പറയും. അപ്പം ഏൺ ലീവിനെ സമ്പാദന അവധി എന്ന് പറയും, ആർജിത അവധി എന്നും പറയും. അതാണ് ആദ്യത്തെ അവധി. അത് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പേ ലീവ്, HPL എന്നൊക്കെ നമ്മൾ പറയും. അർദ്ധ ശമ്പള അവധി എന്ന് പറയും, അല്ലെങ്കിൽ അർദ്ധവേതന അവധി എന്ന് പറയും. മൂന്നാമത് വരുന്നത് കമ്മ്യൂട്ടഡ് ലീവാണ്, പരിവർത്തിത അവധി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ളതായ ഹാപ്പയെ നമ്മൾ പരിവർത്തിതമായിട്ട് നടത്തിയെടുക്കുന്ന അവധി. അപ്പോൾ 2 ഹാപ്പേ ചേരുന്നതായ എണ്ണം അത് ഒരു കമ്മ്യൂട്ടഡ് ലീവായിട്ട് മാറും. അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത്, പരിവർത്തിത അവധി എന്ന് പറയുന്നത് പ്രത്യേകമായി നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു അവധിയല്ല. ഏൺ ലീവും ഹാപ്പേ ലീവുമാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്. നാലാമത് വരുന്ന ഒരു അവധി എന്ന് പറഞ്ഞാൽ ശൂന്യവേതന അവധിയാണ്, ലീവ് വിത്തൗട്ട് അലവൻസ്. ലീവ് വിത്തൗട്ട് അലവൻസ് നമുക്ക്
ഏത് ലീവ് നമ്മുടെ ക്രെഡിറ്റിൽ ഉള്ളപ്പോഴും എടുക്കാം, ഇല്ലാത്തപ്പോഴും എടുക്കാം എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം നമുക്ക് പറയുന്നത് 5ാമത്തെ അവധിയായിട്ട് പറയുന്നത് ലീവ് നോട്ട് ഡ്യൂ എന്നാണ്. അപ്പം ഇല്ലാത്ത അവധി നിങ്ങൾക്ക് അനുവദിച്ചു തരിക, അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെയുണ്ട്. ഇല്ലാത്ത അവധി നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു പ്രക്രിയ, അതാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 അവധികളെയാണ് സാധാരണ അല്ലെങ്കിൽ ഓർഡിനറി അവധി എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്കത് ഓരോന്നായിട്ട് തന്നെ പരിശോധിക്കാം. എന്താണ് ഏൺ ലീവ്? ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏൺ ലീവ് ആരംഭിക്കുന്നത് അദ്ദേഹം സർവീസിൽ പ്രവേശിക്കുന്നതായ ദിവസം മുതലാണ് അത് ആരംഭിക്കുന്നത്. ആദ്യത്തെ വർഷം ആ അവധി കണക്കാക്കുന്നത് 22 ഡ്യൂട്ടി നൽകുമ്പോൾ ഒരു അവധി നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ 1/22 എന്നതാണ് അതിൻ്റെ ചട്ടം. ഇവിടെ ഒരു വർഷമെന്ന് കണക്കാക്കുന്നത് നിങ്ങൾ സർവീസിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ അടുത്ത വർഷം ആ ദിവസത്തിൻ്റെ തലേ ദിവസം വരെയുള്ളതാണ് ഒരു വർഷം. അപ്പം നിങ്ങൾ സർവീസിൽ പ്രവേശിച്ചതായ ആ ദിവസമാണ് നെക്സ്റ്റ് ഇയറിലെ ആ ദിവസത്തിലാണ് ഇത് നിങ്ങളുടെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. 365 ദിവസങ്ങൾ അല്ലെങ്കിൽ 366 ദിനങ്ങൾ. ഇതിനെ 22 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതായ അളവ് അത് ചിലപ്പോൾ 16ഉം 22ൽ ഫ്രാക്ഷനോടുകൂടി വരാം. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 17 ആക്കാം, അതല്ലെങ്കിൽ 16 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥർക്കും നിങ്ങൾ വേറെ അവധിയൊന്നും എടുത്തില്ല, ക്യാഷ് ലീവ് മാത്രമേ എടുക്കുന്നുള്ളൂവെങ്കിൽ 365 ദിവസം നിങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ, ഡ്യൂട്ടി എന്നുള്ള പട്ടികയിൽ വരുന്നത് നിങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന കാലയളവ്, നിങ്ങൾ അവധി അനുഭവിക്കുന്നതായ കാലയളവ്, നിങ്ങൾ ഓഫ് അനുഭവിക്കുന്നതായ കാലയളവ്, നിങ്ങൾ ക്യാഷ് ലീവ് എടുക്കുന്നതായ കാലയളവ്, പരിശീലനത്തിന് പോകുന്നതായ കാലയളവ്, അതർ ഡ്യൂട്ടി ഏതെങ്കിലും ചെയ്യുന്നെങ്കിൽ ആ കാലയളവ്, ഡെപ്യൂട്ടേഷൻ പോകുന്ന കാലയളവ്. ഇത്രയുമാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ 365നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16 അല്ലെങ്കിൽ 17 ലീവ് ലഭിക്കും. അതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. 2ാമത്തെ വർഷം മുതൽ ഇത് 1/11 എന്നുള്ളതായ ഇക്വേഷനിലാണ് വരുന്നത്. അതായത് 11 ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഏൺ ലീവ് വരും. ഇതാണ് എൻ്റെ അവസ്ഥ. ഇപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ 300 ഏൺ ലീവ് വരെ സൂക്ഷിക്കാം എന്നാണ് വ്യവസ്ഥ. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതോടെ വരുന്നത് 2007 ശേഷം വന്നൊരു ഭേദഗതി. 2007 മുൻപ് അതില്ലായിരുന്നു. അതായത് ആദ്യം നിങ്ങൾ ലഭിച്ചതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതായ നിങ്ങൾ കണക്ക് കൂട്ടിയതായ 1/22 എന്നുള്ളതായ ആ ഡ്യൂട്ടി പീരീഡിനെ നിങ്ങൾ 3 വർഷക്കാലം സർവീസ് പിന്നിടുമ്പോൾ 3ാമത്തെ വർഷം അവസാനം അല്ലെങ്കിൽ 3ാമത്തെ വർഷം പൂർത്തിയാകുമ്പോൾ ആ 1/22നെ 1/11 ആയിട്ട് വീണ്ടും മാറ്റുന്നു. അതാണ് അതിൻ്റെ ഭാഗം. അപ്പോൾ 1/11 ആയിട്ട് വീണ്ടും അതിനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം 1/11 ആയിട്ട് ലഭിക്കേണ്ടതായ എത്രയാണോ ലഭിക്കാൻ അർഹതയുള്ളത്, ആദ്യം നിങ്ങൾ 1/22ന് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളതായ ആ ഏൺ ലീവിനെ കുറച്ച് ബാക്കി ഏൺ ലീവ് കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും 3 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഇതാണ് 2007 ശേഷമുള്ള നിയമം. അപ്പോൾ 3 വർഷക്കാലത്തെ സർവീസ് പൂർത്തിയായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 1/22 നിങ്ങൾ കണക്കാക്കേണ്ട, അത് 1/11 ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. അങ്ങനെയുള്ളതായ ആദ്യത്തേത് ആ ബാക്കി ഏൺ ലീവ് നിങ്ങളുടെ അക്കൗണ്ടിൽ 3ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എന്ന് പറഞ്ഞ കണക്കിന് സ്വാഭാവികമായിട്ടും അവധിയൊന്നും എടുത്തിട്ടില്ല എങ്കിൽ 33ഉം 11ൽ 2 എന്നുള്ള അളവിലുള്ളതായ ഏൺ ലീവാണ് അക്കൗണ്ടിൽ ചെയ്യപ്പെടുക. ഇപ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ പ്ലീസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് മ്യൂട്ട് ചെയ്യുക. പ്ലീസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് മ്യൂട്ട് ചെയ്യുക. പ്ലീസ് റഷീദ് ക്ലാസ് നടക്കുകയാണ്. പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യരുത്. ഇപ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ 300 വരെയുള്ള ഏൺ ലീവ് സൂക്ഷിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ 300 ആകുന്നത് വരെ നിങ്ങൾ എടുക്കുക എന്നുള്ള നിലപാടെടുക്കരുത്. ഏൺ ലീവ് തരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനാണ്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ 10 വർഷക്കാലം ഒരു അവധിയും എടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ
330 ഏൺ ലീവ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. പക്ഷെ നിങ്ങൾ 300 മാത്രമേ, നമ്മുടെ നിയമം അനുസരിച്ചിട്ട് 300 മാത്രമേ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് 330 അർഹത ഉണ്ടെങ്കിലും 300 നിങ്ങളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. 300 മാത്രമേ നമ്മുടെ സർവീസ് ബുക്കിൽ എഴുതുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് 330 വരുന്നു, 30 ഞാൻ എടുത്തിട്ട് ബാക്കി 300 അവിടെ കിടക്കും എന്ന് വിചാരിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ 300-ൽ നിന്നുമാണ് ഈ 30 കുറയുന്നത്. ബാക്കി 270 രേഖപ്പെടുത്തും. അപ്പോൾ 300 എന്ന് പറഞ്ഞാൽ അത് 10 വർഷക്കാലം കൊണ്ട് വരുന്നതാണ്. അപ്പൊ അതുവരെയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവധി എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അവധിയായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവധി എടുക്കുമ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ഏൺഡ് ലീവ് എന്ന് പറയുന്ന അവധിയിൽ പ്രവേശിക്കാനായിട്ട് 180 ദിവസം വരെ ലഭിക്കുന്നതാണ്. ഒരു തവണ 200 നിങ്ങളുടെ അക്കൗണ്ടിൽ ഏൺ ലീവ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ 200 എണ്ണവും ഒരുമിച്ചെടുക്കാൻ അനുവദിക്കില്ല. 180 വരെ മാത്രമേ എടുക്കാൻ അനുവദിക്കുകയുള്ളൂ. ഏൺ ലീവ് എടുക്കുമ്പോൾ ഒരു ഗുണം, നിങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതായ ഏൺ ലീവിൽ നിന്നും സർക്കാർ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ചിട്ട് പീരിയോഡിക്കൽ സറണ്ടർ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ 30 സറണ്ടർ ചെയ്യാനായിട്ട് സർക്കാർ അനുവാദം നൽകുന്നുണ്ട്. അങ്ങനെ അനുവാദം നൽകുന്ന സമയത്ത് ഇപ്പോൾ അത് അങ്ങനെ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ തുക പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. മുൻപ് അത് കയ്യിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതല്ല. അങ്ങനെ സർക്കാർ ഒട്ടുമിക്ക സമയങ്ങളിലും ഇങ്ങനെ, ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് മാത്രമാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അനുവാദം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 സറണ്ടർ ചെയ്യാം. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന ആ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഏൺ ലീവ് ഉണ്ടോ അതിൽ നിന്നും 30 കുറയുകയും ബാക്കിയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് 300 അല്ലെങ്കിൽ 200 ഉണ്ടെങ്കിൽ 30 പോയിട്ട് ബാലൻസ് 170 ആയിരിക്കും പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നത്. ഈ 30 നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ സംഖ്യ, അത് ഏത് ദിവസം നിങ്ങൾ സറണ്ടർ ചെയ്താലും കിട്ടും. ഇനി സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, നാളത്തെ ഡേറ്റ് മുതലാണ് നമ്മൾ സറണ്ടർ, ഇന്നാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്നാണോ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തലേ ദിവസമായിരിക്കണം നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്, തലേ ദിവസമെങ്കിലും. അപ്പോൾ അതിന് മുൻപ് എത്ര വേണമെങ്കിലും നൽകാം. എന്നാൽ ഇന്ന് എനിക്ക് സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അപേക്ഷ കൊടുത്താൽ അത് അനുവദിക്കില്ല. നാളെ മാത്രമേ ആ സറണ്ടർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിരമിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ 300 ഏൺ ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 300 ഏൺ ലീവും ഒരുമിച്ച് സറണ്ടർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. വിടുതൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് സറണ്ടർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അന്ന് നിങ്ങളുടെ ശമ്പളം 2 ലക്ഷം രൂപയാണ് എങ്കിൽ അന്നത്തെ ആ 2 ലക്ഷം വിരമിക്കുന്ന സമയത്തെ 10 മാസത്തെ ശമ്പളത്തിൻ്റെ ലംസം തുകയായ 20 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ 10 മാസത്തെ ശമ്പളത്തിൻ്റെ തുല്യതയാണ് നിങ്ങൾക്ക് ടെർമിനൽ സറണ്ടർ 300 ഉണ്ടെങ്കിൽ കിട്ടുക. ഇനി 300 ഇല്ല എങ്കിൽ അതിന് ആനുപാതികമായ സംഖ്യ കുറവാണെങ്കിൽ 150 ഉള്ളൂ, 180 ഉള്ളൂ, 105 ഉള്ളൂ, എത്രയായിരുന്നാലും അതിന് ആനുപാതികമായ സംഖ്യ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഇത് കുന്നുകൂടി പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. 300 വരെ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുള്ളൂ. 300-ന് മുൻപേ തന്നെ നമ്മൾ അത് 250 വരുന്ന സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അക്കൗണ്ടിൽ 200 ലീവ് ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ 250 വരാം. അപ്പോൾ 250 വരുമ്പോൾ തന്നെ അവർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവധി എടുക്കുന്ന സമയത്ത് ഏൺ ലീവിൽ പ്രവേശിക്കണം. 20-ഓ 25-ഓ ഒക്കെ തന്നെ ഏൺ ലീവ് ഉണ്ടെങ്കിൽ 20 ഏൺ ലീവിൽ പ്രവേശിക്കുക. അങ്ങനെ വരുമ്പോൾ അത് 300 കവിയാതെ അതിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏൺ ലീവിൻ്റെ പ്രത്യേകത അതാണ്. മറ്റൊന്ന് ഹാഫ് പേ ലീവ്, അർദ്ധ ശമ്പള അവധി എന്നാണ് അതിന് പറയുന്നത്. അതും ആരംഭിക്കുന്നത് നിങ്ങൾ എന്നാണോ സർവീസിൽ പ്രവേശിക്കുന്നത് അന്ന് മുതൽ തന്നെയാണ് അതിൻ്റെയും ആരംഭം. പക്ഷെ ഇവിടെ 11-ൽ 1 22-ൽ 1 എന്നുള്ള അളവിൽ അല്ല വരുന്നത്. എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. ഒരു വർഷം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഹാഫ് പേ ലീവ് 20 നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ഇതൊരിക്കലും പീസ് മീലായിട്ട് വരില്ല. എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിനാണ് 20 വരുന്നത്. ഇങ്ങനെ എത്ര ഹാഫ് പേ ലീവ് വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഹാഫ് പേ ലീവ് വേണമെങ്കിലും സൂക്ഷിക്കാം. നിങ്ങൾക്ക്
ആവശ്യമുള്ള സമയത്ത് അത് ഹാഫ് പേ ലീവായിട്ട് എടുക്കാം. പക്ഷെ അങ്ങനെ ഹാഫ് പേ ലീവായിട്ട് എടുക്കുമ്പോഴുള്ളൊരു അവസ്ഥ, നിങ്ങൾക്ക് അന്നത്തെ നിങ്ങൾ ലീവിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം എത്രയാണോ അതിൻ്റെ പകുതി, അതോടൊപ്പം തന്നെ ആ അടിസ്ഥാന ശമ്പളത്തിന് തുല്യമായ DAയുടെ പകുതി, ഇത് രണ്ടും പകുതിയെ കിട്ടുകയുള്ളൂ. എന്നാൽ HRA നിങ്ങൾക്ക് 180 ദിവസം വരെയും കുറയാതെ തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഹാഫ് പേ ലീവിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ശമ്പളം കുറവ് വരും. ഇതാണ് അതിൻ്റെ അവസ്ഥ. എന്നാൽ ഏൺ ലീവിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ശമ്പളം കുറവ് വരികയില്ല. ഇനി ഏൺ ലീവും ഹാഫ് പേ ലീവും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നുവെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ അത് രണ്ടും കൂടിയുള്ളതിൻ്റെ പരിധി 240 ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല. അപ്പോൾ 240 days ആണ് ഏൺ ലീവും ഹാഫ് പേ ലീവും കൂടി ചേർന്നെടുക്കുമ്പോഴുള്ള പരിധി. മറ്റൊരു വസ്തുത, ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് ദൈർഘ്യം കുറഞ്ഞതായ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അവരുടെ അടിസ്ഥാന ശമ്പളം ചിലപ്പോൾ ഏതെങ്കിലും അടിസ്ഥാന ശമ്പളം 50,200 വരെ ആയിരിക്കാം. അങ്ങനെയുള്ളതായ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, അവരുടെ 50,200 താഴെയാണ് നിങ്ങൾ അടിസ്ഥാന ശമ്പളം വാങ്ങുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഹാഫ് പേ ലീവ് സാലറി HPL എടുത്താൽ നിങ്ങൾക്ക് 65% വരെയുള്ളതായ പേ പ്ലസ് DA ലഭിക്കും. അപ്പം പേയുടെ 65%വും DAയുടെ 65%വും ലഭിക്കും. 180 ദിവസം വരെ നിങ്ങൾക്ക് HRA പൂർണ്ണമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സൗജന്യവും കൂടി പകുതി ശമ്പളത്തിൽ ഒരു ഇടപെടൽ നമ്മുടെ സർവീസിൽ റൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹാഫ് പേ ലീവിൽ പ്രവേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 50,200 താഴെയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏൺ ലീവ് ഇപ്പം കുറച്ചേ ഉള്ളൂ, ആ ഏൺ ലീവ് നിങ്ങൾ മുഴുവനും എടുത്ത് കളയണ്ട. എനിക്ക് ഹാഫ് പേ ലീവ് കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാഫ് പേ ലീവ് എടുക്കാം. 65% വരെയുള്ള ശമ്പളം കിട്ടും. വിരമിക്കുന്ന സമയത്ത് എനിക്ക് ഏൺ ലീവ് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാം. ഇത് രണ്ടും കൂടി നിങ്ങൾ ചേർത്തെടുക്കേണ്ടി വരുമ്പോൾ 240 കവിയാൻ പാടില്ല എന്നതുകൂടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് കമ്മ്യൂട്ടർ ലീവ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുന്നത് പരിവർത്തിത അവധി. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഹാഫ് പേ ലീവിനെ പരിവർത്തനം നടത്തി കിട്ടുന്നതാണ് പരിവർത്തിത അവധി. അതായത് 2 ഹാഫ് പേ ലീവ് ചേരുന്നതാണ് ഒരു കമ്മ്യൂട്ടർ ലീവായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50 കമ്മ്യൂട്ടർ ലീവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 100 ഹാഫ് പേ ലീവ് ഉണ്ടായിരിക്കണം. അപ്പോൾ എത്ര ഹാഫ് പേ ലീവ് ഉണ്ടോ അതിൻ്റെ പകുതിയായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്തെടുക്കാം. കമ്മ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പളത്തിൽ ഒരു കുറവും വരുന്നില്ല. ഏൺഡ് ലീവിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ലഭിക്കാൻ അർഹതയുള്ള ശമ്പളം പോലെ തന്നെ കമ്മ്യൂട്ടർ ലീവിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോഴും നിങ്ങൾക്ക് ശമ്പളവും അലവൻസുകളും കുറയാതെ തന്നെ ലഭിക്കും. ഇനി ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കിത് മൂന്നും ഒരുമിച്ച് എടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകാം. എടുക്കാം. ഏൺഡ് ലീവിൻ്റെ കൂടെ ഹാഫ് പേ ലീവ് എടുക്കാം, അതിനോട് ചേർന്ന് കമ്മ്യൂട്ടർ ലീവ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴും പരിധി ഒറ്റ സമയത്ത് 240 കവിയാൻ പാടില്ല. എന്നാൽ ഹാഫ് പേ ലീവ് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു പരിധിയില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഹാഫ് പേ ലീവ് ഉണ്ടോ അത്രയും ഹാഫ് പേ ലീവ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ, മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് അല്ലെങ്കിൽ മറ്റേതൊരു ഉദ്യോഗസ്ഥനാണോ നിങ്ങളുടെ മേധാവി, അദ്ദേഹത്തിന് അനുവദിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ 300 ഹാഫ് പേ ലീവ് ഉണ്ട്, എനിക്ക് 300 ഹാഫ് പേ ലീവിൽ പ്രവേശിക്കാം, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ തരാം. ഇനി കമ്മ്യൂട്ടർ ലീവ് നിങ്ങൾക്ക് അതുപോലെ തന്നെ 600 കമ്മ്യൂട്ടർ ലീവ് ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്, അതിനെ നിങ്ങൾക്ക് 300 ഹാഫ് പേ കമ്മ്യൂട്ടർ ലീവായിട്ട് തരണം. 600 ഹാഫ് പേ ലീവ് ഉണ്ട്, 300 കമ്മ്യൂട്ടർ ലീവായിട്ട് തരണം. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് അത് അനുവദിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഏൺ ലീവ് അതിൻ്റെ കൂടെ ചേർന്ന് പോയാൽ മാത്രമാണ് 240 ദിവസമായിട്ട് അതിനെ നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, അതുപോലെ കമ്മ്യൂട്ടർ ലീവ്, ഇത് മൂന്നും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റിൽ എത്ര ഉണ്ട് എന്ന് സ്പാർക്കിലൂടെ തന്നെ നിങ്ങൾക്കൊക്കെ തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഈ സർവീസ് ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് സാർ ഒന്ന് ഇടപെടട്ടെ. സ്പാർക്ക് 1 മൊബൈലിൽ കാണിക്കുന്നത് കറക്റ്റ് അല്ല, സ്പാർക്കില് അത് കാണിക്കുന്നില്ല, കൃത്യമായി കാണിക്കുന്നില്ല, സ്പാർക്കിൽ വരുന്നില്ല അല്ലേ? അപ്പം നിങ്ങളുടെ അവിടെ ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം സർവീസ് ബുക്കിലുള്ളത് അതിനകത്ത് വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം മാനുവൽ ആയിട്ടുള്ള സർവീസ് ബുക്ക് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഓക്കെ സാറേ, കണ്ടിന്യൂ.
അങ്ങനെ മാനുവലായിട്ടുള്ള സർവീസ് ബുക്ക് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഏൺ ലീവ് ഉണ്ട്, എത്ര ഹാഫ് ലീവ് ഉണ്ട്, എത്ര മറ്റ് ലീവുകൾ ശൂന്യവേതന അവധി നമുക്ക് എങ്ങനെ എടുക്കാം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇനി ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ലീവാണ് ശൂന്യവേതന അവധി. ശൂന്യവേതന അവധി എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഏൺ ലീവും ഹാഫ് ലീവും ഉള്ള സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ലീവും ഇല്ലാത്ത സന്ദർഭങ്ങളിലും നമുക്ക് ശൂന്യവേതന അവധി എടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ ശൂന്യവേതന അവധി എടുക്കുന്നത് മറ്റൊരു ലീവും ഇല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ LWA എന്ന് പറഞ്ഞൊരു സാധാരണ അവധിയുടെ പട്ടികയിലാണ് ഇത് പെടുത്തിയിട്ടുള്ളത്. ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കുന്നതിന് നമുക്ക് 2 തരത്തിലെടുക്കാം. ഒന്ന്, നമ്മുടെ ലീവ് വിത്തൗട്ട് അലവൻസിനെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലെടുക്കാം. മറ്റൊന്ന്, മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലമില്ലാതെ എടുക്കാം. ശൂന്യവേതന അവധി എടുക്കുമ്പോൾ കഴിയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ വേണം നിങ്ങൾ അവധിയിൽ പ്രവേശിക്കാൻ. അങ്ങനെ അല്ലാതെ പ്രവേശിച്ചാൽ നിങ്ങൾ എടുക്കുന്നതായ ശൂന്യവേതന അവധി നിങ്ങളുടെ ഇൻക്രിമെൻറ്റിന് കണക്കാക്കില്ല, നിങ്ങളുടെ സർവീസിന് കണക്കാക്കില്ല, നിങ്ങളുടെ പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിന് കണക്കാക്കില്ല, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സർവീസ് എന്നുള്ള പട്ടികയിൽ പെടുന്നില്ല. മറ്റൊരു ലീവുകളും നിങ്ങൾക്ക് കിട്ടൂല. ഹാഫ് ലീവ് മാത്രമേ ഈ ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സന്ദർഭത്തിൽ ഏൺ ചെയ്യുന്ന ഏക കാര്യം എന്ന് പറഞ്ഞത് ഹാഫ് ലീവാണ്. മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ മാത്രമേ നിങ്ങൾ ശൂന്യവേതന അവധിയിൽ പ്രവേശിക്കാവൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാലഘട്ടം നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് നോൺ ക്വാളിഫയിങ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ പറയാം, അതായത് 2 മാസക്കാലം നിങ്ങൾ LWA വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് 1/6 നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഇൻക്രിമെൻ്റ് തീയതിയെങ്കിൽ അത് 1/8 എന്നുള്ള തീയതിയിലോട്ട് മാറിപ്പോകും. ആ 2 മാസം കൂടെ കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് അനുവദിക്കുന്നുള്ളൂ. പിന്നെ എല്ലാ വർഷവും ഇൻക്രിമെൻ്റ് അനുവദിക്കുന്ന തീയതി 1/8 എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പം അതുകൊണ്ട് ദയവായി നിങ്ങൾ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെ എടുക്കാവൂ. അങ്ങനെ എടുക്കുമ്പോഴും ഈ 30 ദിവസത്തിനകത്ത് ചിലപ്പോൾ 1, 2, 3 ദിവസം നിങ്ങൾക്ക് LWA എടുക്കുമ്പോൾ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലമില്ലാതെ എടുക്കാം. ദീർഘകാലം നിങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ കഴിയുന്നതും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ എടുക്കാം. മറ്റൊരു കാര്യം, ഇത് റൂൾ 88 പ്രകാരമാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് റൂൾ 88 പ്രകാരമാണ് LWA നമ്മൾ എടുക്കുന്നത്. എന്നാൽ LWAക്ക് വേറൊരു പ്രൊവിഷൻ പറയുന്നത് അപ്പൻഡിക്സ് 12, അപ്പൻഡിക്സ് 12, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, ഇങ്ങനെ ഒരു 3 പാക്കേജ് ഉണ്ട്. അതിലെന്താണ് ഈ 12A? ഇന്ത്യക്കകത്തോ വിദേശത്തോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന അവധിയാണ് 12A എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്തോ വിദേശത്തോ നിങ്ങൾക്ക് തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുവദിക്കുന്നതായ അവധിയാണ് കേരള സർവീസ് റൂൾസിൻ്റെ അപ്പൻഡിക്സ് 12A എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ അത് 20 വർഷം വരെ നമുക്ക് അനുഭവിച്ചിരുന്നു. എന്നാൽ 5/11/2020 അത് ഗവൺമെൻറ് നിർത്തലാക്കുകയും ഇനി നമുക്ക് 5 വർഷക്കാലം മാത്രമേ നമ്മുടെ എൻ്റയർ സർവീസിനകത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ ലീവ് എടുക്കുമ്പോൾ ആ 5 വർഷക്കാലം നമുക്ക് ഏൺ ലീവ് കിട്ടില്ല, ഇൻക്രിമെൻ്റ് കിട്ടില്ല, ഹാഫ് ലീവ് കിട്ടില്ല, പെൻഷന് വേണ്ടിയിട്ട് ആ സർവീസ് കണക്കാക്കുകയില്ല, 5 വർഷക്കാലത്തെ ശമ്പളം കിട്ടുകയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കത് നോൺ ക്വാളിഫയിങ് സർവീസായിട്ട് മാറും. അയോഗ്യതാകാലം നമ്മുടെ പെൻഷന് വേണ്ടിയിട്ട് കണക്കാക്കുന്ന സമയത്ത് നമ്മുടെ സർവീസിൽ മൊത്തം 25 ഉണ്ടെങ്കിൽ അതിൽ നിന്നും 5 പോയിട്ട് ബാക്കി 20 വർഷക്കാലം മാത്രമേ പെൻഷന് യോഗ്യമായ സർവീസായിട്ട് കണക്കാക്കുകയുള്ളൂ. ഇനി 12B, ഇന്ത്യക്കകത്തോ വിദേശത്തോ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതായ അവധിയാണ് 12B എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ഉയർന്ന ബിരുദം നേടണം, അത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അതിനൊന്നും ഒരു ഇതുമില്ല. പക്ഷെ അത് 12B പ്രകാരമാണ്. ഏത് കോഴ്സിനാണോ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകിയിരിക്കണം. ആ 12Bയും എയിൽ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും A-Bക്കും ബാധകമാണ്. 12C എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി ഇന്ത്യക്കകത്തോ വിദേശത്തോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒത്തുകഴിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുവദിക്കുന്നതായി ടു ജോയിൻ വിത്ത് സ്പൗസ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അനുവദിക്കുന്നതായ അവധിയാണ് 12C എന്നുള്ള പട്ടികയിൽപ്പെടുന്നത്. അപ്പോൾ 12A ആയിരുന്നാലും 12B ആയിരുന്നാലും 12C ആയിരുന്നാലും ഈ അവധികൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ അവധി നിങ്ങൾക്ക് പൂർണ്ണമായും നോൺ ക്വാളിഫയിങ് സർവീസായിട്ട് മാറുമെന്നുകൂടെ മനസ്സിലാക്കുക. അതൊന്നും തന്നെ ഒരിക്കലും നിങ്ങൾക്ക് യോഗ്യകാലമായിട്ട് കണക്കാക്കില്ല.
അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പരമാവധി 5 വർഷത്തിൽ കൂടുതൽ ഇപ്പോൾ ലഭിക്കുകയുമില്ല. ഈ 5 വർഷക്കാലത്ത് ലീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് ആ റൂളിൽ പറയുന്നതായ ചട്ടം. അപ്പം ഒരു ABC എന്ന് പറയുന്നത് മറ്റൊരു ലീവുമായിട്ടും കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം ഏൺഡ് ലീവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഹാഫ് പേ ലീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂട്ടർ ലീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, റൂൾ 88 ലീവ് വിത്തൗട്ട് അലവൻസ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രത്യേകമായി നിൽക്കുന്ന ലീവാണ്. അതുകൊണ്ട് ABC എടുക്കുമ്പോൾ മറ്റൊരു ലീവുമായിട്ടും കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നുകൂടി മനസ്സിലാക്കുക. പരമാവധി 5 വർഷക്കാലം മാത്രമേ ഇപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റൊരു ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ലീവ് നോട്ട് ഡ്യൂ. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, ഇല്ലാത്ത അവധി നിങ്ങൾക്ക് അനുവദിച്ചു തരിക. അതായത് നമുക്ക് ഒരു അപകടം സംഭവിച്ചു, നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ്, നമുക്ക് ക്രെഡിറ്റുള്ള ഏൺ ലീവും ഹാഫ് പേ ലീവും എല്ലാം തീർന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് റൂൾ 88 പ്രകാരമുള്ള ശൂന്യവേതന അവധി നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ എടുക്കാം. എന്നാൽ ശമ്പളം നമുക്ക് ലഭിക്കുകയില്ല. പക്ഷേ ഒരു 60 ദിവസവും കൂടി ഡ്യൂട്ടി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരികെ ഡ്യൂട്ടിക്ക് വരാം. പക്ഷെ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ 60 ദിവസവും കൂടി ഹാഫ് പേ എങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ, ഹാഫ് പേ ലീവ് സാലറി കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് ആ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് മാറും. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കുന്നതായ ഹാഫ് പേ ലീവിനെ മുൻകൂറായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ അനുവദിച്ചു തരുന്നതിനെയാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ, നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെ ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ലീവും ഉണ്ടായിരിക്കരുത്. അതായത് ഏൺ ലീവും ഹാഫ് പേ ലീവും ഉണ്ടായിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു പെർമനൻ്റ് എംപ്ലോയി ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര ലീവ് നോട്ട് ഡ്യൂ ആണ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് അനുവദിച്ചു തരുന്നത്, അങ്ങനെ അനുവദിച്ചു തരുന്നത് ഭാവിയിൽ ക്രമീകരിക്കേണ്ടി വരുന്ന സമയത്തിൻ്റെ ഇരട്ടി കാലം നിങ്ങൾക്ക് സർവീസ് ഉണ്ട് എന്ന് മേലുദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ടിരിക്കണം. ഈ 3 കാര്യങ്ങളാണ്. അതായത് നിങ്ങളൊരു 60 ദിവസത്തെ ഹാഫ് പേ ലീവാണ് നിങ്ങൾക്ക് ലീവ് നോട്ട് ഡ്യൂ ആയിട്ട് അനുവദിച്ചു തരുന്നതെങ്കിൽ നിങ്ങൾ അവധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം 3 വർഷമാണ്. അതിൻ്റെ ഇരട്ടി 6 വർഷത്തെ ആഫ്റ്റർ സർവീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നിങ്ങൾക്ക് 60 എണ്ണം അനുവദിച്ചു തരാവൂ. 80 എണ്ണം നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് 8 വർഷത്തെ ആഫ്റ്റർ സർവീസ് ഉണ്ടായിരിക്കണം. 100 എണ്ണം നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ 10 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ഇതാണ് എൻ്റെ വ്യവസ്ഥ. അപ്പം ഈ 3 വ്യവസ്ഥയ്ക്ക് വിധേയമായി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഹാഫ് പേ ലീവ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്നതാണ് ലീവ് നോട്ട് ഡ്യൂവിൻ്റെ പ്രത്യേകത. ഈ 5 അവധികളാണ് നമ്മുടെ സർവീസ് റൂളിൽ സാധാരണ അവധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്ന് പ്രത്യേകമായ അവധികളാണ്. അതെല്ലാം ഇവൻ്റ് സംഭവിച്ചാൽ മാത്രം ലഭിക്കുന്നതായ അവധികളാണ്. അതിൽ ആദ്യത്തെ വരുന്നത് പ്രത്യേക അവശത അവധി, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയും. പ്രത്യേക അവശതാവധി എന്ന് പറയുന്നത് നിങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന വേളയിൽ, ഇപ്പോൾ റേഡിയോഗ്രാഫറായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നു, അതല്ലെങ്കിൽ രോഗികളുടെ ആക്രമണത്താൽ നമുക്ക് എന്തെങ്കിലും പറ്റുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അപ്പുറത്തോ സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വാർഡിലോട്ടോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരു അപകടം പറ്റുന്നു. അങ്ങനെ വരുന്ന അപകടങ്ങൾ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ എത്ര കാലമാണ് ആ അപകടം നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നുവോ അത്രയും കാലം നമുക്ക് നമ്മുടെ ഏൺ ലീവിലോ ഹാഫ് പേ ലീവിലോ ഒന്നും തൊടാതെ തന്നെ പ്രത്യേകമായി അനുവദിക്കുന്നതായ അവധിയാണ് പ്രത്യേക അവശത അവധി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ ആരെങ്കിലും ആശുപത്രിയിൽ കയറി നമ്മളെ രോഗികൾക്ക് ഏറ്റം ചെയ്യുകയോ രോഗിയുടെ ബന്ധുക്കൾക്ക് ഏറ്റം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ വളരെ ദ്രുതഗതിയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു മെഡിക്കൽ അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഓഫീസർ ശുപാർശ ചെയ്യുന്ന ഘട്ടം വരെയും നമുക്ക് തുടർച്ചയായി 24 മാസക്കാലം വരെയും നമുക്ക് ഈ ലീവ് ലഭിക്കാനായിട്ട് നമ്മുടെ ചട്ടം പറയുന്നു. അങ്ങനെ ലഭിക്കുമ്പോൾ 4 മാസക്കാലം വരെയും ഏൺ ലീവിൻ്റെ സാലറിയും അത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് പേ ലീവ് സാലറിയും നൽകണമെന്നാണ് വ്യവസ്ഥ. ഇങ്ങനെ എത്ര പ്രാവശ്യം അങ്ങനെ ഈ ലീവിന് ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് നൽകുന്നതിനും നമ്മുടെ റൂള് തടസ്സമല്ല. ഇവിടെ 2021 ശേഷം വന്ന ഒരു കോടതി വിധി കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ശൈലജ കെ ഉണ്ണിത്താൻ എന്ന് പറയുന്നതായ കായംകുളം BVHSലെ ഒരു അധ്യാപിക 2012 വർഷത്തിൽ അവരുടെ മോപ്പഡിൽ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അവരുടെ മോപ്പഡിൽ വരുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരു ആക്സിഡൻ്റ് ആയിപ്പോയി. 4 മാസക്കാലം അവർ ചികിത്സയിലായിരുന്നു. ആ ചികിത്സ കഴിഞ്ഞ്
ആ ചികിത്സയിലിരുന്ന കാലഘട്ടം അവർ വരുന്ന വഴിയാണ്, ഓൺ ദ വേയിലാണ്. അപ്പോൾ ആ കാലഘട്ടം സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് KSRന്റെ 97-98 റൂള് പ്രകാരമുള്ള ഈ ലീവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പ്രിൻസിപ്പാളിനും DOയ്ക്കും DDയ്ക്കും ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും എല്ലാം തന്നെ നിവേദനം നൽകിയെങ്കിലും ഈ 97-98 അത് പറയുന്നില്ല. വീട്ടിൽ നിന്ന് വരുമ്പോഴോ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴോ ഈ അവധി കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം ആ റൂളിൽ പറയാത്തതുകൊണ്ട് എല്ലാം നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. അവർ ഗവൺമെന്റിലേക്കും അപേക്ഷ കൊടുത്തു, ഗവൺമെന്റും അത് നിരാകരിച്ചു. ഇതിനെതിരെ അവർ നമ്മുടെ ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ ഹൈക്കോടതിയിൽ അവർക്ക് സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായൊരു വിധി വരികയും ഈ കാലഘട്ടം അവർ അവധിയിലിരുന്നായ 4 മാസക്കാലം ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കണമെന്നുള്ളതായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്തു. ഇതിനെതിരെ നമ്മുടെ സർക്കാർ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഒരു പെറ്റീഷൻ നൽകി, അതായത് റിട്ട് അപ്പീൽ. അതിൽ ആ അപ്പീല് ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചുകൊണ്ട് 21/11/2021 വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിൽ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് വരുമ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ അങ്ങനെ അപകടം സംഭവിക്കുന്ന കാലഘട്ടവും അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നതായ സമയവും സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിന് അർഹനാണ് എന്നാണ് ആ വിധിയിൽ പറയുന്നത്. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ 2021 ശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ കിട്ടുന്നതായ അപേക്ഷയായിരുന്നാലും ശരി, വിദ്യാഭ്യാസ വകുപ്പിൽ കിട്ടുന്ന അപേക്ഷയായിരുന്നാലും ശരി, പോലീസ് വകുപ്പിൽ കിട്ടുന്നതായിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് അത് അനുവദിക്കാവുന്നതാണ്. ആരെങ്കിലും അനുവദിക്കുന്നതിൽ തടസ്സമുണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ അവധി അനുവദിച്ച് അല്ലെങ്കിൽ അവധി അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ചിലർ അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്തോ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്തോ ഒക്കെ തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇങ്ങനെ ഒരു അവധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവാണ് അത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് നമുക്ക് 24 months വരെ കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 4 മാസക്കാലം നമുക്ക് ഡ്യൂട്ടി പേയും അത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് പേ ലീവ് സാലറിയാണ് കിട്ടുന്നത്. മറ്റൊന്ന് ഹോസ്പിറ്റൽ ലീവാണ്. ഇതാണ് രണ്ടാമത്തെ പ്രത്യേക അവധി. ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത് ഈ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പറയുകയാണ്. അതായത് സാധാരണ ഗവൺമെൻറ് ജീവനക്കാർക്ക് കൊടുക്കുന്നതല്ല ഹോസ്പിറ്റൽ ലീവ്. പോലീസ് സേനയിലെ സേനാംഗങ്ങൾ, അതുപോലെ ഫോറസ്റ്റ് സേനയിലെ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ സേനാംഗങ്ങൾ, എക്സൈസിലെ സേനാംഗങ്ങൾ, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സേനാംഗങ്ങൾക്ക് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണ വേളയിൽ അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അങ്ങനെയുള്ളതായ ഇതിൽ അവർക്ക് നൽകുന്നതാണ്, സേനാംഗങ്ങൾക്ക് നൽകുന്ന പേരിനെയാണ് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത്. നമുക്കത് സംഭവിച്ചു പോയാൽ നമുക്കത് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയും. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പാകെ ലാത്തി ചാർജ് നടക്കുമ്പോൾ കല്ലേറിലൂടെ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ലാത്തി ചാർജിലൂടെ പരിക്ക് ഇരിക്കുന്ന സമയത്ത് ജനക്കൂട്ടം ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ അവരുടെ ഔദ്യോഗിക കൃത്യവേളയിൽ കൊടുക്കുന്നതിന് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയും. നമുക്കാണ് സംഭവിച്ചതെങ്കിൽ അതിനെ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയും. രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാണ്. അവ അനുവദിക്കുന്നതായ അവധിയും ഒക്കെ തന്നെ ഏകദേശവും അതല്ല പൂർണ്ണമായും തുല്യമാണ്. മൂന്നാമത്തത് നമുക്ക് പ്രത്യേക അവധി എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവാണ്. വനിതാ ഉദ്യോഗസ്ഥർക്ക് 180 ദിവസക്കാലമാണ് മെറ്റേണിറ്റി ലീവായിട്ട് അനുവദിക്കുക. മെറ്റേണിറ്റി ലീവ് പ്രസവാവധി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ഉദ്യോഗസ്ഥകൾ അപേക്ഷാഭാരം മാത്രം പൂരിപ്പിച്ച് അവർ എന്നാണോ അവധിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അതുമുതൽ 180 ദിവസമാണ് അവർക്ക് അനുവദിക്കുന്നത്. മെറ്റേണിറ്റി ലീവിൻ്റെ പ്രത്യേകത ഈ 180 ദിവസക്കാലവും ഫുൾ പേ ആൻഡ് അലവൻസസ് ലഭിക്കുന്നതിന് പുറമെ അവർക്ക് ആ പീരീഡ് പ്രൊബേഷണൽ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. 2005 ശേഷം വന്നിട്ടുള്ളൊരു ഭേദഗതി എന്ന് പറയുന്നത് വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു വനിതയ്ക്ക് 10 ദിവസമേ ആയുള്ളൂ. ഒരു നിയമന ഉത്തരവ് ഏതെങ്കിലും സർക്കാർ ഓഫീസിലേക്ക് ലഭിച്ചുവെങ്കിൽ 11ാമത്തെ ദിവസം സർക്കാർ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തിട്ട് 12ാമത്തെ ദിവസം മുതൽ മെറ്റേണിറ്റി ലീവിൽ പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ 180-ൽ 12 പോകെ ബാക്കിയുള്ള ദിനങ്ങളാണ് മെറ്റേണിറ്റി ലീവായിട്ട് അനുവദിക്കുക. അതുപോലെ മെറ്റേണിറ്റി ലീവിലിരിക്കുന്നതായ വനിതയ്ക്ക് ഒരു സ്ഥാനക്കയറ്റം വരുന്നു, അതല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം വരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമാണ്. ഇനി പ്രൊമോഷൻ നമുക്ക് സ്ഥാനക്കയറ്റം നമുക്ക് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ സ്ഥാനക്കയറ്റമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ബാക്കി മെറ്റേണിറ്റി ലീവ് എടുക്കാനുള്ള അവകാശവും വരുന്നുണ്ട്.
ഏറ്റവും അവസാനം 2021 നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള മറ്റൊരു ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ 180 ദിവസക്കാലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പ്രൊഫഷണലായി, അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിയമിക്കപ്പെടുന്നതായ വനിതകളാണെങ്കിൽ പോലും, അത് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുകയോ പ്രൊഫഷണൽ എംപ്ലോയ്മെന്റിൽ നിയമിക്കപ്പെടുന്നതായ 180 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിയമിക്കപ്പെടുന്നതായ വനിതകളാണെങ്കിൽ പോലും അവർക്ക് 80 ദിവസക്കാലത്തെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയിങ് ആണെന്നുണ്ടെങ്കിൽ അവര് ബാക്കിയുള്ള 100 ദിവസം അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ 1-2 വർഷത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ 180 ദിവസം അവർക്ക് മെറ്റേണിറ്റി ലീവായിട്ട് അനുവദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, വാടക ഗർഭപാത്രത്തിലൂടെ ജനിക്കുന്ന കുട്ടിയുടെ യഥാർത്ഥ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് കുഞ്ഞ് പിറന്നു വീണ് ദിവസം മുതൽ 180 ദിവസക്കാലം മെറ്റേണിറ്റി ലീവായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതാണ് 2017 വന്നിട്ടുള്ള ഒരു ഭേദഗതി. ദ ഫീമെയിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ദോസ് ഹു ആർ ജനറ്റിക് മദേഴ്സ് ഓഫ് ചിൽഡ്രൻ ബോൺ ഓൺ സറോഗസി ആർ ആൾസോ എലിജിബിൾ 180 days മെറ്റേണിറ്റി ലീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ചൈൽഡ് ബർത്ത് എന്നാണ്. അപ്പം അവിടെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഈ പ്രസവാവധി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ളതുമാണ്. ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അപേക്ഷയോടൊപ്പം അവർ നൽകേണ്ടതില്ല. അപേക്ഷാഭാരം മാത്രമേ അവർ നൽകേണ്ടതുള്ളൂ. ഇനി പ്രസവ അവധി പോലെ തന്നെ കണക്കാക്കുന്നതാണ് മിസ്കേരേജ് അബോർഷൻ. മിസ്കേരേജ് അബോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് 42 ദിവസത്തിൽ അധികരിക്കാത്തതായ കാലയളവ് ഡോക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ, അപേക്ഷയോടൊപ്പം ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, പരമാവധി 42 ദിവസമാണ് അവർക്ക് മിസ്കേരേജ് അബോർഷൻ സംഭവിച്ചാൽ നൽകുന്നത്. അതും പ്രസവാവധി എന്നുള്ള പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഹിസ്റ്ററക്ടമി ഓപ്പറേഷന് വിധേയരാകുന്നതായ വനിതാ ഉദ്യോഗസ്ഥകൾ, അതായത് ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നതായ വനിതാ ഉദ്യോഗസ്ഥർക്ക് 45 ദിവസക്കാലമാണ് പ്രസവാവധിയായിട്ട് അനുവദിക്കുന്നത്. ഹിസ്റ്ററക്ടമി ഓപ്പറേഷൻ, ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുന്നതായ 45 ദിവസത്തിനെ പ്രസവ അവധിയുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വനിതകളെ സംബന്ധിച്ചിടത്തോളം കേരള സർവീസ് റൂൾസിന്റെ പാർട്ട് 1 റൂൾ 100 പ്രസവാവധി, റൂൾ 101 മിസ്കേരേജ് അബോർഷൻ, 101 ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞത് ഹിസ്റ്ററക്ടമി ഓപ്പറേഷൻ. ഇത് മൂന്നും ഒരു കാര്യം, ഈ മൂന്നും പ്രൊബേഷന് കൂടി കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് വനിതകളെല്ലാം പ്രത്യേകമായി ഈ റൂളുകൾ ഇങ്ങനെയുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എയ്ക്കും ക്യാപിറ്റൽ എയ്ക്കും 101-നും 101 ക്യാപിറ്റൽ എയ്ക്കും കൊടുത്താൽ മതി. മറ്റൊന്നിനൊന്നും അപേക്ഷാഭാരം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ പ്രസവാവധിയായിട്ട് ബന്ധം. മറ്റൊരു പ്രത്യേകത ഇതിലൂടെ പറയുന്നത്, പ്രസവിച്ച് കിടക്കുന്ന വനിതയ്ക്ക് പ്രസവാവധി തീർന്നതിന് ശേഷം അതിനോട് ചേർത്തെടുക്കാൻ കഴിയുന്നതായ മറ്റൊരു അവധിയും കൂടി നമ്മുടെ റൂൾ 102 പറയുന്നുണ്ട്. അതായത് 60 ദിവസക്കാലം പ്രസവാവധിയോട് ചേർത്ത് അവർക്ക് 60 ദിവസവും കൂടി എടുക്കാനുള്ള ഒരു അവകാശം കൂടി, ലീവ് വിത്തൗട്ട് അലവൻസ് ആണ് അതിൽ പറയുന്നത്. ഇപ്പൊ LWA അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലമില്ലാതെ എടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ശമ്പളം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് പ്രൊബേഷന് കണക്ക് കൂട്ടില്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഇപ്പം സർവീസായിട്ട് കൂട്ടും, മാത്രമല്ല ഇൻക്രിമെന്റിന് കൂട്ടും, പെൻഷനുമായിട്ടുള്ളവർക്ക് ക്വാളിഫയിങ് സർവീസായിട്ട് കൂട്ടും. ഇതിനെല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണ് 102 പ്രകാരമുള്ളതായ 60 ദിവസവും കൂടി എന്നാണ് നമ്മുടെ ചട്ടം പറയുന്നത്. അപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ റൂൾ എന്ന് പറഞ്ഞത് റൂൾ 100, റൂൾ 101, 101 ക്യാപിറ്റൽ എ ആൻഡ് 102. ഇതെല്ലാം തന്നെ വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതായ ചട്ടങ്ങളാണ്. കേരള സർവീസ് റൂൾസിന്റെ പാർട്ട് 1. ഞാനതിൽ നമ്മുടെ ഈ ഇല്ലുസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് അത് അറിയാൻ, മലയാളത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. മറ്റൊന്ന് ചൈൽഡ് അഡോപ്ഷൻ ലീവ് എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതായ നിയമം. കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന നിയമവും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രസവാവധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞുള്ളതായ വനിതയാണെങ്കിലും ഒരു കുഞ്ഞുമില്ലാത്തതായ വനിതയാണെങ്കിലും അവർക്ക് അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ മാത്രം ദത്തെടുക്കാൻ അനുവദിക്കുന്നതാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ്. അതും പ്രസവാവധി എന്നുള്ള ആരൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത്, പ്രൊബേഷന് കൗണ്ട് ചെയ്യുന്നതാണ്. അവിടെ
1 വയസ്സുവരെ കുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി വരുന്നതായ കാലയളവിനെയാണ് പ്രസവാവധിയായിട്ട് പറയുന്നത്, അതായത് ചൈൽഡ് അഡോപ്ഷൻ ലീവായിട്ട് പറയുന്നത്. 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുത്താൽ നിങ്ങൾക്ക് 180 ദിവസം കിട്ടും. എന്നാൽ 7 മാസം പ്രായമായ കുഞ്ഞിനെ ദത്തെടുത്താൽ 5 മാസമേ കിട്ടുള്ളൂ. 8 മാസം പ്രായമായ കുഞ്ഞിനെ ദത്തെടുത്താൽ 4 മാസമേ കിട്ടുള്ളൂ. 9 മാസം പ്രായമായ കുഞ്ഞിനെ ദത്തെടുത്താൽ 3 മാസമേ കിട്ടുള്ളൂ. 10 മാസം പ്രായമായ കുഞ്ഞിനെ ദത്തെടുത്താൽ 2 മാസമേ കിട്ടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. 1 വയസ്സ് കഴിഞ്ഞതായ കുഞ്ഞിനെ ദത്തെടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രസവാവധി ലഭിക്കുന്നതല്ല. ഇതാണ് നമ്മുടെ അവധിയുമായിട്ട് ബന്ധപ്പെട്ടായ കാര്യങ്ങൾ പറയുന്ന കാര്യം. മറ്റൊന്ന് പെറ്റേണിറ്റി ലീവാണ്. പുരുഷ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഭാര്യയുടെ പ്രസവം നടന്ന് 3 മാസക്കാലത്തിനുള്ളിൽ നൽകപ്പെടുന്നതായ 10 ദിവസക്കാലത്തെ അവധിയാണ് പെറ്റേണിറ്റി അവധി അല്ലെങ്കിൽ പിതൃത്വ അവധി എന്ന് പറയുന്നത്. ഈ പിതൃത്വ അവധിയും പ്രൊബേഷന് ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷ ഉദ്യോഗസ്ഥന്മാർക്ക് 2-ൽ കൂടുതൽ പെറ്റേണിറ്റി ലീവിന് അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മെറ്റേണിറ്റി ലീവിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു നിർദ്ദേശവും പറയുന്നില്ല. 2 3 4 5 ഉള്ള ഒരു നിർദ്ദേശവും മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വനിതകൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. എന്നാൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പെറ്റേണിറ്റി ലീവ് 2-ൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. ഇതാണ് നമ്മുടെ അവധിയുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു സംക്ഷിപ്ത വിവരം നിങ്ങൾക്ക് തരാനുള്ളത്. അതായത് ഒന്നിനെ നമ്മൾ സാധാരണ അവധി എന്ന് പറയും, മറ്റൊന്ന് പ്രത്യേകമായ അവധി. 2017 പ്രത്യേക അവധിയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രത്യേക അവധിയുടെ ഭാഗത്ത് മറ്റൊരു അവധി കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന സ്ഥലത്ത് ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്നതായ വനിതാ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ ഏജൻസികളുടെ മുമ്പാകെ ഹാജരാകുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണം തുടങ്ങി അന്വേഷണം അവസാനിക്കുന്നവരെയുള്ള ഘട്ടത്തിൽ 90 ദിവസത്തെ പ്രത്യേകമായ അവധി അനുവദിക്കുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. അവധി അന്വേഷണം കഴിഞ്ഞതിന് ശേഷമോ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പോ ലഭിക്കുകയില്ല എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ 6 പ്രത്യേകമായ അവധിയും 5 സാധാരണ അവധിയും അടങ്ങുന്നതിനെയാണ് നമ്മുടെ റൂളിൽ അവധികൾ എന്ന് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 6 5 11 അവധികളാണ് നമ്മുടെ റൂളിലുള്ളത്. മറ്റുള്ള നമ്മൾ ഈ പറയുന്ന എല്ലാം തന്നെ പ്രത്യേകമായ സ്പെഷ്യൽ കാഷ്വൽ ലീവാണ്, പ്രത്യേക ആകസ്മിക അവധിയാണ്. പ്രത്യേക ആകസ്മിക അവധി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വിവിധ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കാണ്. ഇപ്പം ഡയാലിസിസ് നടത്തുന്നതായ പേഷ്യൻസിന് 15 ദിവസത്തെ പ്രത്യേകമായ എംപ്ലോയീസിന് 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. അതുപോലെ ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ളതായ ഉദ്യോഗസ്ഥന് കീമോതെറാപ്പിക്കും റേഡിയേഷനും വേണ്ടിയിട്ട് 6 മാസക്കാലത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. അതുപോലെ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 4 പ്രാവശ്യം രക്തം ദാനം ചെയ്യാവുന്നതാണ്, ഓരോ 3 മാസം കൂടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ രക്തം ദാനം ചെയ്യുന്ന ദിവസം നമുക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും പേയുള്ള മൃഗം കടിച്ചു കഴിഞ്ഞാൽ പേ വിഷചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി റാബിസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ നമുക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ട് കിട്ടും. അതുപോലെ പേസ് മേക്കർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് 21 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, നേരത്തെ 45 ദിവസമായിരുന്നു, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അത് 90 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 2025 ജനുവരി മാസത്തിൽ തന്നെ ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 45 എന്നുള്ളത് 90 ദിവസമായിട്ട് മാറ്റി. മാത്രമല്ല മറ്റൊരു പ്രത്യേകതയോടെ പറയുന്നത് ഹൃദയ വാൽവ് മാറ്റിവെക്കുന്നതിനും അത് കിട്ടും. അതുപോലെ ഓർഗാൻസ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് 90 ദിവസം കിട്ടും. അതാണ്. ഓർഗാൻസ് ഡൊണേറ്റ് ചെയ്യുന്നതായ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ നമുക്ക് 45 ദിവസം കിട്ടും. അതുപോലെ സ്പോർട്സിൽ തൽപരരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസ് ബിയറേഴ്സായിട്ട് ആണെങ്കിലും അതല്ല അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ മതിയായ അളവ്, അതായത് 10 മുതൽ 90 ദിവസം വരെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ അർഹത പറയുന്നു. ഏതെങ്കിലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് നമ്മുടെ കേരള സർവീസ് റൂൾസിൻ്റെ അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 30-37ഓളമോ ഈ സ്പെഷ്യൽ കാഷ്വൽ ലീവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കുക, അതിനകത്ത് ഇതെല്ലാം തന്നെ വരുന്നതാണ്. ആദ്യത്തെ സെക്ഷൻ 1 എന്ന് പറയുന്നിടത്ത് കാഷ്വൽ ലീവിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത് കോമ്പൻസേഷൻ ലീവിനെ കുറിച്ചാണ്. ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പാർട്ട് 1 സെക്ഷൻ
7 ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് ലീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. സാറേ, സാർ നമ്മുടെ പറയൂ ഒരു പ്രസിഡന്റ് ഒന്ന് ഇടപെടുന്നു. പറയൂ സർ. സാറേ, ഒരു മണിക്കൂറായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു സാറിനോട് അങ്ങനെ തന്നെ ആയിരിക്കും. അതെ ഞാൻ അതുകൊണ്ടാണ് ഈ ലീവിന്റെ കാര്യം തീർത്തത്. ഓക്കെ സാർ. സാറ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷയിലൊക്കെ നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചത്. ഒരുപക്ഷെ ആളുകൾക്ക് അത്രയും സംശയമുള്ള, അത്രയും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. സാർ അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമുക്കതൊരു 1-2 ക്ലാസ്സുകള് ഇതിന്റെ തുടർച്ചയായിട്ട് ചെയ്താലോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. സാറിന് അത് ബുദ്ധിമുട്ടാവൂലെങ്കിൽ. സാർ, അത് സമയമായിട്ട് നേരത്തെ ഒന്ന് മുൻകൂട്ടി അറിയിച്ചാൽ മതി സാറേ. അതിനനുസരിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ആയിക്കോട്ടെ സാർ. 1-2 സംശയങ്ങൾ ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് സമയം ഉണ്ടാവോ ഇന്നൊന്ന് ഇടപെടാൻ? ചോദിച്ചോളൂ. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രാൻസിസ് ജി അതൊന്ന് കൈകാര്യം ചെയ്യാം. സംശയങ്ങളുള്ളവര് ഒന്ന് കൈ ഉയർത്തുക കേട്ടോ. അതിനകത്തൊരു മഞ്ഞ കൈയുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? സൂമിൽ ഒരു മഞ്ഞ കൈയുണ്ട്. ആ മഞ്ഞ കൈ ഒന്ന് ഉയർത്തുക. അപ്പൊ സംശയമുള്ളവരെ നമ്മള് അത് ഉന്നയിക്കാനായിട്ട് വിളിക്കുന്നതായിരിക്കും. പ്ലീസ്. ഇപ്പൊ സാറ് ലീവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ സാധാരണ ഒരു ഇതിൽ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരാം, അതിനുശേഷം മാത്രം അൺമ്യൂട്ട് ചെയ്യുക. കാരണം ഒരു ഓർഡറിൽ കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിനകത്തൊന്ന് കൈ ഉയർത്തിയാൽ മതി. അവിടെ ഒരു കൈ ഉയർത്താനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെയൊക്കെ കൈ ഉയർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതിനനുസരിച്ച് പറയാം. ഓക്കെ. വിജിക്ക് പറയാനുണ്ടോ? വിജി പ്ലീസ്. വിജിക്ക് പറയാനുണ്ടോ? ഇല്ല. ഇനി പറയാനുള്ളവർ ആരാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ അപ്പൊ അത് വിളിക്കാം. പറഞ്ഞു തുടങ്ങിക്കോളൂ. ഉഷാര. ഹലോ സാർ. എന്റെ ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഒരു സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തോ അപകടം പറ്റിയാലുള്ള ലീവിനെ പറ്റിയിട്ട്. അത് ഇത്ര കിലോമീറ്റർ ചുറ്റളവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? സാർ കേൾക്കാമോ? സാർ കേൾക്കാമോ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ സാർ. കേൾക്കാമോ? പറഞ്ഞോളൂ സാർ. കേൾക്കാം. അതായത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മെഡിക്കൽ ഓഫീസേഴ്സ് ഒഴികെ മറ്റുള്ളവരെല്ലാം അവരുടെ സ്ഥാപനത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കണമെന്നാണ് വ്യവസ്ഥ. മെഡിക്കൽ ഓഫീസേഴ്സ് എല്ലാം 8 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കണം. ഇനി 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കാൻ കഴിയാത്തതായ ഉദ്യോഗസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിന്റെ കാരണം ബോധ്യപ്പെടുത്തി തന്റെ മേലുദ്യോഗസ്ഥനിൽ നിന്നും അനുവാദം വാങ്ങിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഇത് സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് ലഭിക്കാൻ അർഹത. ഇനി നമ്മൾ അനുവാദം വാങ്ങിയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ലഭിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവ് എന്നുള്ളത് മസ്റ്റാണ്. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് അബ്ദുൾ അസീസ് ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അബ്ദുൾ അസീസ് പ്ലീസ്. നിങ്ങൾക്കൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്ന ചാറ്റിൽ ഇടാൻ പറ്റും, അപ്പം ഞാൻ വിളിക്കാം. അബ്ദുൾ അസീസ് പ്ലീസ്. എനിക്ക് സാർ പറഞ്ഞത് പ്രൊബേഷൻ ഡിക്ലെയർ ആവാൻ വേണ്ടിയിട്ട് മലയാള ഭാഷ ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടേണ്ടിയിരുന്നു. പിന്നെ ഞാനിപ്പോ ന്യൂ ജോയിൻ ആണ്, ആകെ 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങള് പ്രൊബേഷൻ ഡിക്ലെയർ ആകുന്ന ആ സമയത്തേക്ക് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പോഴേ ചെയ്ത് വെച്ചാൽ ആ വാലിഡ് ആയിരിക്കുമോ ആ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് പറയാം. അതായത് ഈ പ്രൊബേഷന് വേണ്ടിയിട്ട് 19/10/2013 ശേഷമാണ് നമുക്ക് മലയാളം ഒരു പഠനം വേണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ SSLC-യിൽ ഒരു മലയാളം ഉണ്ടെങ്കിൽ, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് മലയാള പരീക്ഷ പാസ്സാകണമെന്നില്ല. ഇനി +2-നുണ്ടെങ്കിലും പാസ്സാകണമെന്നില്ല. അതായത് SSLC-ക്കോ +2-നോ
അതല്ലെങ്കിൽ ഡിഗ്രിക്കോ, ഈ 3 തലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം പ്രത്യേകമായി പാസ്സാകണമെന്നില്ല. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പൂർണ്ണമായും നിങ്ങൾ ഇംഗ്ലീഷ് ആണ് ഉപയോഗിച്ചത്, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മലയാളം മിഷൻ നടത്തുന്നതായ എക്സാമിനേഷൻ, മലയാളം മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനമുണ്ട്, മലയാളം മിഷൻ. അതിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മലയാള ഭാഷ ഇത് ചെയ്യുന്നുണ്ട്, പരീക്ഷ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയർ ഡിപ്ലോമയ്ക്ക് തുല്യമായ എക്സാമിനേഷനാണ്. അത് ഓരോ 6 മാസം കൂടുമ്പോൾ നടത്തുന്നതാണ്. അതല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് നടത്തി അതിൽ വിജയിച്ചിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളതിൻ്റെ കൂടെ ഇപ്പോൾ യോഗ്യതയായി കണക്കാക്കുന്നുള്ളൂ. അതാണ് എൻ്റെ. ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ കൈ ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്യുക. ഇവിടെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലീസ് അത് യൂട്ടിലൈസ് ചെയ്യുക. ചാറ്റ് എന്ന് കാണും. നമ്മളെ ഓൾമോസ്റ്റ് ഞാൻ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യണ, മൊബൈലിലാണെങ്കിലും 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. പ്ലീസ് ആർക്കെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക പ്ലീസ്. നമ്മൾ ഒട്ടും സമയം കളയാതെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ തന്നെ സമയങ്ങളുടെ ഒരു പരിധി നമ്മുടെ കഴിഞ്ഞായിരുന്നു. എങ്കിലും സാറ് വളരെ പോസിറ്റീവാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട് സാർ റെഡിയാണ്. നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി വരാനായിട്ട് സാർ ഒരുക്കമാണ്. പ്ലീസ് 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 പറഞ്ഞു തുടങ്ങിക്കോളൂ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങും. സുനിൽ TV എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാറ് ഒന്നുകൂടി ചോദിച്ചോട്ടെ സാറ്. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഇത് കണ്ടു, ഒരു ചാർട്ട് പേര് പറയൂ. ഇതിലെ സീസൺ നേരത്തെ ചോദിച്ച ആളാണ്. ഓക്കെ പറയൂ. 2 ലീവ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാർ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാനിപ്പോ പിന്നെ ഡൗട്ടായി ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ പലർക്കും അനുഭവം. ഞാൻ പറഞ്ഞു, ആദ്യത്തെ വർഷത്തിൽ നമുക്ക് 1/22 എന്നുള്ള അളവിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2ാമത്തെ വർഷം മുതൽ 1/11 എന്നുള്ള ഡ്യൂട്ടി പീരീഡിനാണ് കണക്കാക്കുന്നത്. എന്നാൽ 3 വർഷക്കാലം നമുക്ക് സർവീസ് പൂർത്തിയാകുമ്പോൾ ആദ്യത്തെ വർഷം നമ്മുടെ അക്കൗണ്ടിൽ വന്നതായ 1/22നെ റീകാസ്റ്റ് ചെയ്ത് 1/11 ആയിട്ട് മാറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പം 3 വർഷം കഴിഞ്ഞതായ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വർഷം മുതൽ 11ൽ 1 എന്നുള്ള അളവിൽ എടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ശരിയാവും. അതല്ല എങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങളുടെ അക്കൗണ്ടിൽ 3 വർഷം വരെയും നിങ്ങളുടെ അക്കൗണ്ടിൽ 16 അല്ലെങ്കിൽ 17 ഏൺ ലീവേ കാണുള്ളൂ. എന്നാൽ 3ാമത്തെ വർഷം ബാലൻസ് 16 ലീവ് കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരുമെന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഏൺ ലീവ് സാറ് പറഞ്ഞതൊന്ന് ഞാൻ ക്ലിയർ ആക്കാം. ആദ്യത്തെ വർഷം നമ്മൾ സർവീസിൽ തുടരുമോ ഇല്ലയോ എന്ന് സർക്കാരിന് ഉറപ്പില്ലാത്ത കാരണം നമ്മൾക്ക് തരുന്നത് 1/22 ആണ്. ശരിയല്ലേ സാറേ? അതെ, ശരിയാണ്. 2ാമത്തെ വർഷം മുതൽ നമുക്ക് തരുന്നത് 1/11. 3 വർഷം കഴിഞ്ഞ് നമ്മുടെ പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ സാറേ? അതിന് പ്രൊബേഷൻ ഡിക്ലെയർ ആവണമെന്നില്ല. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് നേരത്തെ 1/22 ആയിട്ട് എനിക്ക് 16 ലീവ് കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ശരിയല്ലേ? അത് മാറ്റിയിട്ട് ഏതാണ്ട് 30 ലീവിലേക്ക് വരും. അപ്പൊ 14 ലീവും കൂടി ആഡ് ചെയ്ത് തരും. കാരണം ഞാൻ ഈ 3ാമത്തെ വർഷവും സർവീസിൽ നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, ഓക്കെ. വേറെ 1-2 പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് സാറേ, ഞാൻ വിളിക്കാം. ശ്രീനാഥ് ബിജിബി ചിക്കൻ ബോക്സിന് എത്ര ഡേയ്സ് ലീവ് കിട്ടുമെന്നാണ് സാറേ ചോദിച്ചിരിക്കുന്നത്. ചിക്കൻ ബോക്സിന് അതില് ആ ലീവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ചിക്കൻ ബോക്സ് ലീവ്. എല്ലാരും കൂടി പറയല്ലേ പ്ലീസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക്
ഈ 22-ൽ നമുക്ക് ചിക്കൻ ബോക്സ് നമുക്ക് ഈ സാംക്രമിക രോഗത്തിന്റെ പട്ടികയിൽ 7 ഉണ്ടായിരുന്നു, 8ാമതായിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ആ റൂളിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് എംപ്ലോയിക്ക് തന്റെ വീട്ടിൽ ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് പിടിപെടുകയാണെങ്കിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ടി വന്നാൽ, അങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് 21 ദിവസം വരെയുള്ളതായ സ്പെഷ്യൽ ക്യാഷ് ലീവ് നൽകാം. സബ്ജക്ട് ടു ദ കണ്ടീഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ മറ്റ് ലീവുകളൊന്നും ഇല്ല എങ്കിൽ എന്നാണ്. അതായത് അദ്ദേഹത്തിന് ഏൺ ലീവോ ഹാഫ് പേ ലീവോ ക്രെഡിറ്റ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് 21 ദിവസം വരെയുള്ളതായ സ്പെഷ്യൽ ക്യാഷ് ലീവ് കൊടുക്കാമെന്നാണ്. എംപ്ലോയിക്കാണ് ഈ പിടിപെട്ടാൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റുള്ള ലീവ് എടുത്ത് ട്രീറ്റ് ചെയ്യണമെന്നും പറയുന്നു. ഇങ്ങനെയാണ് അതായത് ഫലത്തിന് വലിയ ഗുണമില്ലെന്നർത്ഥം. അത് തന്നെയാണ്. അത് ഒന്നുകൂടെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 ഒന്നാമത്തെ ആ പാരഗ്രാഫിലുള്ള നിർദ്ദേശം ദയവായി വായിക്കുക. അതിന്റെ അവസാന ഭാഗത്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പറയുന്നത്. എംപ്ലോയിയുടെ ക്രെഡിറ്റിൽ മറ്റ് ലീവുകളൊന്നും ഇല്ല എങ്കിൽ മാത്രമാണ് ഇത് അനുവദനീയമെന്ന് പറയുന്നു. പക്ഷെ ഇതാരും അവസാനം വരെ വായിക്കാത്തത് കൊണ്ട് എല്ലാവരും ചിക്കൻ ബോക്സിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിക്കൻ ബോക്സിന് മാത്രമല്ല, ഈ പറയുന്ന 8 സാംക്രമിക രോഗങ്ങൾക്കും പിടിപെട്ടാൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് നിലവിൽ എന്തെങ്കിലും എലിജിബിൾ ലീവുകൾ ഉണ്ടെങ്കിൽ, ഹാഫ് പേയോ എൻഡ് ലീവോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല. അത് തന്നെയാണ് അതിന്റെ ശരി. കറക്റ്റ്. ഓക്കെ സാർ. വിജിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സംശയം കൂടെ. പറഞ്ഞോളൂ സാർ. നമ്മള് ഈ ഏൺ ലീവ് ഇപ്പൊ 2 വർഷമാകുമ്പോ അത് സറണ്ടർ ചെയ്താൽ അത് 3 വർഷമാകുമ്പോ അത് ആഡ് ചെയ്ത് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. കിട്ടും. സറണ്ടർ ചെയ്താലും നമ്മൾ ലീവായിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബാലൻസ് 3ാമത്തെ വർഷം നമുക്ക് കിട്ടാൻ അർഹതയുള്ളതായ 17 അല്ലെങ്കിൽ 16 ലീവ് കൃത്യമായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് അത് സർവീസ് ബുക്ക് നോക്കിയിട്ട് അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു സർ. ശ്രീനാഥ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ശ്രീനാഥ്, ക്യാൻ യു ടോക്ക്? സീനത്തായിരിക്കും ഫ്രാൻസിസ് ജി. സീനത്താന്ന് തോന്നുന്നുണ്ട്. സീനത്താണോ? സീനത്ത്. അല്ല, അത് ഒരാള് ഗ്രൂപ്പിൽ ചോദിച്ച കാര്യമാണ്. അയാൾക്ക് കേറാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതേപോലെ എടുത്ത് ചാറ്റിൽ ഇട്ടതാണ്. ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. നമ്മൾക്ക് സൂമിൽ ഇന്ന് വരെയും സാറിന്റെ ഈ ക്ലാസ്സിന് ഇത്രമാത്രം ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമുക്ക് ഇതുവരെ മാക്സിമം നമ്മുടെ സൂം മീറ്റിങ്ങുകളിലും വെബിനാറുകൾക്കൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അപ് ടു 40 മാത്രമായിരുന്നു. 40യുടെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇന്ന് 100ന് അപ്പുറത്തേക്ക് പോയി. 100 ആണ് നമ്മുടെ ലിമിറ്റ്. അടുത്ത പ്രാവശ്യം നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും, അത് നമ്മൾ തരണം ചെയ്യുന്നതായിരിക്കും. കാരണം 100 ആൾക്കാർ 40 പേര് പോലും തികച്ചുണ്ടാവില്ല. ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിന് ഒത്തിരി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഒന്ന് വായിക്കുക, പറയോ? സീനത്തെ പറയോ? സാറേ പറയാം. 2009 DHSൽ എക്സ്റേ ടെക്നീഷ്യൻ പോസ്റ്റിൽ ചെയ്യുകയും 2014 റിലീവ് ചെയ്ത് DMEയിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ ജോയിൻ ചെയ്ത് ജോലി തുടരുകയും ചെയ്യുന്നു. ഇതിനിടെ 2010 2 പോസ്റ്റും ഒന്നാക്കിയിട്ടുണ്ടല്ലോ. ടോട്ടൽ 15 വർഷമായപ്പോൾ മേൽ ഉത്തരവ് പ്രകാരം 15 വർഷത്തിന്റെ ഹയർ ഗ്രേഡിന് അർഹതയില്ലെന്ന് പറയുന്നു. അതിന്റെ ഒരു ഉത്തരവാണ് വേണ്ടത്. സ്കെയിൽ അപ്പ് 2 തസ്തികയുടെയും സ്കെയിൽ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെങ്കിൽ പോലും രണ്ട് തസ്തികയായിട്ടാണ്. രണ്ടും റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞത് രണ്ടിൻ്റെയും സ്കെയിൽ അപ്പ് ഒന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റേഡിയോഗ്രാഫറിന്റെ ആദ്യം DHSൽ ജോലി ചെയ്തതായ ആ 2009 മുതൽ തന്നെ 15 വർഷത്തിൻ്റെ എടുക്കേണ്ടതാണ്. എന്നാൽ സ്കെയിൽ അപ്പ് അന്ന് വ്യത്യാസമായിരുന്നുവെങ്കിൽ DMEയിൽ വന്നതായ അതുമുതൽ മാത്രമേ 15 വർഷത്തിൻ്റെ എടുക്കുകയുള്ളൂ. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആദ്യകാലത്ത് DMEയിലുള്ളതും DHSലുള്ളതും രണ്ടും വ്യത്യസ്തമായ സ്കെയിലപ്പ് ആയിരുന്നു, വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ രണ്ടും ഒന്നാണ്, പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് DMEയിൽ വന്നതായ ആ ദിവസം മുതൽ മാത്രമേ 15 വർഷത്തിന്റെ ഗ്രേഡിന് എടുക്കുകയുള്ളൂ. എന്നാൽ സ്കെയിലപ്പ് ഒന്നാണ് എന്ന് ഉറപ്പിച്ചാൽ ആദ്യം മുതൽ തന്നെ എടുക്കുകയും ചെയ്യും.
സാറേ Clear ആയോ? ഈ കാര്യത്തിൽ ഞാൻ സാറിന് ഒരു കാര്യം കൂടി ഒന്ന് ഞാൻ ഇത് പറയാം. സജീദ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ, പ്ലീസ്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു കാര്യത്തിൽ യൂണിഫിക്കേഷൻ നടന്നു. യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് റേഡിയോഗ്രാഫർ സമൂഹത്തിന്റെ ഇടക്ക് നടക്കുന്നത്. ഒന്ന്, ഒരു എ എന്ന് പറയുന്ന ആള് 2009 എക്സ്റേ ടെക്നീഷ്യനായിട്ട് കയറി. അയാള് കണ്ടിന്യൂ ചെയ്ത് 2010 ആയപ്പോൾ യൂണിഫിക്കേഷൻ നടന്നു, അയാൾ റേഡിയോഗ്രാഫറായി. അയാൾക്ക് 2009 മുതലുള്ള സീനിയോറിറ്റി കിട്ടുന്നു. 2009 ബി എന്ന് പറയുന്ന ആള് എക്സ്റേ ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്തു. അയാൾക്ക് 2010 2010 തോന്നുന്നുണ്ട്, ഞാൻ എഴുതിയപ്പോ മാറ്റിപ്പോയി. 2010 അയാള് റേഡിയോഗ്രാഫർ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ റേഡിയോഗ്രാഫറിലേക്ക് മാറി. അയാളും കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ എക്സ്റേ ടെക്നീഷ്യനായിട്ട് 2009 ജോലി ചെയ്ത ആൾക്ക്, കണ്ടിന്യൂ ചെയ്ത ആൾക്ക് ആ സീനിയോറിറ്റിയും കിട്ടുന്നു. 2009 ജോയിൻ ചെയ്ത ആള് 2010 റേഡിയോഗ്രാഫറായിട്ട് ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം അയാൾക്ക് 2010 മുതലുള്ള സീനിയോറിറ്റി കിട്ടുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. അത് ശരി തന്നെയാണ്. കാരണം ഇവിടെ 2009 എക്സ്റേ ടെക്നീഷ്യൻ എന്നുള്ളതും റേഡിയോഗ്രാഫർ എന്നുള്ളതുമായ രണ്ട് ഇതായിട്ട് മാറി. അപ്പൊ 2009 ഒരു തസ്തികയിലെ സർവീസാണ് നമുക്ക് സമയബന്ധിത ഹയർ ഗ്രേഡിന് വേണ്ടി എടുക്കുന്നത്. അപ്പൊ ഒരു തസ്തികയിൽ നമ്മൾ പ്രവേശിച്ചു, മറ്റൊരു സ്ഥാനക്കയറ്റവും നമുക്ക് ലഭിച്ചില്ല, മറ്റൊരു ഇതും കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമാണ് 8 വർഷം, 15 വർഷം, 22 വർഷം, പിന്നെ ലാസ്റ്റ് ഗ്രേഡുകാർക്കാണെങ്കിൽ 27 വർഷം, ഇങ്ങനെയുള്ള 4 ഗ്രേഡുകൾ പറയുന്നത്. ഇവിടെ 2009 എക്സ്റേ ടെക്നീഷ്യനായിട്ട് കയറിയ ആള് കാറ്റഗറി ചേഞ്ച് പോലെ തന്നെ മറ്റൊരു തസ്തികയിലായിട്ട് 2010 വന്നു. അതുകൊണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കുന്നത് 2010 മുതൽ മാത്രമേ അയാൾക്ക് ആ ഹയർ ഗ്രേഡിന് വേണ്ടിയിട്ട് യോഗ്യതാകാലമായിട്ട് കണക്കാക്കുകയുള്ളൂ. ഹയർ ഗ്രേഡിന്റെ കാര്യമാണോ പറഞ്ഞത് ഇത്തിരി മുമ്പ് ചോദിച്ചത്? അതെ അതെ, ഹയർ ഗ്രേഡിന്റെ കാര്യം അല്ല സാർ, അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ ആളിന് 2019 പേര് വിഷയിൽ എന്തൊരു ഓർഡർ വന്നു, പഴയ സർവീസ് കണക്കാക്കത്തില്ല, DHS-ലുള്ള സർവീസ് കണക്കാക്കത്തില്ല, DME-ലുള്ള സർവീസ് മാത്രമേ കണക്കാക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ അയാൾ 15 വർഷമായി, അയാൾക്ക് ഹയർ ഗ്രേഡ് കിട്ടേണ്ടതാണ്. അയാളെ സർവീസ് അങ്ങനെ പറയുന്നില്ല. പുതിയ 2019 പേര് വിഷയിലൊന്നും ആ ഉത്തരവില്ല. 46/2008 എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. 8/8/2008 46/2008 എന്ന് പറഞ്ഞിട്ട് ഫിനാൻസിന്റെ ഒരു സർക്കുലറാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലർ 46/2008. ഇതാണ് കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ വരുന്നത്. അപ്പൊ ഗ്രേഡ് കൊടുക്കുന്നത് ഒരു തസ്തികയിലെ സർവീസിനെ കണക്കാക്കിയിട്ടാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 2009 എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു, 2010 ആയപ്പോഴാണ് അദ്ദേഹം റേഡിയോഗ്രാഫർ ആവുന്നത്. അതുകൊണ്ട് റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞതായ ഡെസിഗ്നേഷൻ വന്നതുകൊണ്ട് അതുമുതൽ മാത്രമേ റേഡിയോഗ്രാഫറിന്റെ സമയബന്ധിത ഹയർ ഗ്രേഡ് നൽകുകയുള്ളൂ. അപ്പോൾ അയാളോട് ജോയിൻ ചെയ്ത 2009 എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്ന ആൾക്ക് അത് കിട്ടുകയും ചെയ്യുന്നു. അതാണ് ശരിയാണ്. 2009 എക്സ്റേ ടെക്നീഷ്യന് അദ്ദേഹത്തിന് 15 വർഷത്തിന്റെ ഹയർ ഗ്രേഡ് 2010 ആളിന് മുൻപേ കിട്ടുകയും ചെയ്യും. പക്ഷെ 2010 അദ്ദേഹം കാറ്റഗറി ചേഞ്ച് ചെയ്തു പോയതുകൊണ്ട് അദ്ദേഹത്തിന് അത് ലഭിക്കുകയില്ല. അദ്ദേഹം ആ തസ്തികയിൽ 8 വർഷം അല്ലെങ്കിൽ 15 വർഷം പൂർത്തിയായാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. 2 PSC ടെസ്റ്റ് വഴി കയറിയതാണ്. 8 വർഷമായപ്പോ 8 വർഷം കിട്ടി, 8 വർഷം ഗ്രേഡ് കിട്ടി. 15ാമത്തെ വർഷത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറയുന്നു അത് 15 വർഷത്തിൽ കിട്ടത്തില്ല. കാരണം 2ാമത്തെ സർവീസിൽ DME സർവീസിൽ എന്ന് കയറിയോ അന്ന് മുതലേ കിട്ടത്തുള്ളൂ, DHS സർവീസ് കിട്ടത്തില്ല. ഇത് യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. 2 അത് PSC വഴി ഡയറക്റ്റ് ആയിട്ട് കയറിയതുകൊണ്ട് ഒരേ തസ്തികയിലാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ അർഹതയുണ്ട്. അത് ഗവൺമെന്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുക. DME നിരസിച്ചുവെങ്കിൽ 2009 കയറിയ തസ്തികയിൽ തന്നെയാണ് DME-യിൽ അതേ തസ്തികയിൽ തന്നെയാണ് 2010-ലോ 15-ലോ കയറിയെങ്കിൽ
അത് ആദ്യത്തെ സർക്കാർ സർവീസാണ്, ഒരേ തസ്തികയും ഒരേ ശമ്പള സ്കെയിലും ആണെങ്കിൽ അതാണ് പരിഗണിക്കുന്നത് സമയബന്ധിത ഹയർ ഗ്രേഡിന്. അങ്ങനെ തന്നില്ല, DME തന്നില്ല എങ്കിൽ റെപ്രസെന്റ് ചെയ്യുക, ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യുക, തീർച്ചയായും ലഭിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. മറ്റുള്ള ആരെങ്കിലും പറയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. സർ, എനിക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏൺ ലീവ് സാധാരണ 33 നമ്പേഴ്സല്ലേ ഇയർലി വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ റേഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റേഡിയേഷൻ ലീവ് എടുക്കുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. വരും. അതായത് റേഡിയേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്പൻഡിക്സ് ഇതിലാണ് പറയുന്നത്, നമ്മുടെ അപ്പൻഡിക്സ് 12 പറയുന്നുണ്ട്. കാരണം റേഡിയോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് 1 മാസത്തെ ലീവ് അവർക്ക് അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകണം എന്നാണ് പറയുന്നത്. അങ്ങനെ അത് സ്പെഷ്യൽ ക്യാഷ് ലീവ് എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ആ സ്പെഷ്യൽ ക്യാഷ് ലീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2022 എല്ലാ സ്പെഷ്യൽ ക്യാഷ് ലീവുകളും ഏൺ ലീവ് കണക്കാക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. അങ്ങനെ 2022 ശേഷം 1 മാസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ് എടുക്കുമ്പോൾ നമുക്ക് ആ 30 ദിവസത്തിനകത്ത് കിട്ടേണ്ടതായ ഏൺ ലീവ് കിട്ടുകയില്ല. അത് ശരിയാണ്. 2022 ശേഷമാണ് ഇത് വരുന്നത്. അതിനു മുൻപേ അത് കണക്ക് കൂട്ടിയിരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, മറ്റുള്ളവരൊന്ന് വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് തുടർ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തുടർ ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് സാർ എടുത്ത ക്ലാസ്സുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പ്ലീസ്. സർ, കമ്മ്യൂട്ടർ ലീവിനും ഹാഫ് ലീവിനും ഇത് കണക്കാക്കുമോ? കമ്പ്യൂട്ടർ ഏത് കണക്കാക്കും? ഇല്ല, നമ്മൾ ഏത് തരത്തിൽ ഒഴികെ ക്യാഷ് ലീവ് ഒഴികെ ഏത് ലീവ് എടുത്തിരുന്നാലും ആ ലീവ് കാലഘട്ടത്തിന് കിട്ടേണ്ടതായ ഏൺ ലീവ് നഷ്ടപ്പെടും. ഇപ്പോൾ ഞാനൊരു 30 ദിവസത്തെ ഏൺ ലീവ് എടുത്താലും ആ 30 ദിവസത്തെ ഏൺ ലീവിന് കിട്ടേണ്ടതായ EL എനിക്ക് കിട്ടില്ല. ഞാനൊരു 22 ദിവസത്തെ ഹാഫ് ലീവ് എടുത്തിരുന്നാലും എനിക്ക് 22 ദിവസത്തിന് കിട്ടേണ്ടതായ 2 ഏൺ ലീവ് കുറയും. ഞാനൊരു 33 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് എടുത്തിരുന്നാലും എൻ്റെ ആ 33 ദിവസത്തിന് എനിക്ക് കിട്ടേണ്ടതായ 3 ഹാഫ് ഏൺ ലീവ് കിട്ടില്ല. ക്യാഷ് ലീവിന് മാത്രമേ അത് ബാധകമുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ 2022 വരെ നമുക്കതൊക്കെ ലഭിച്ചിരുന്നു. ഈ റേഡിയേഷൻ ലീവ് പോലുള്ള കാര്യങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇപ്പൊ അത് ലഭിക്കില്ല. ഇല്ല. ഓക്കെ, ആർക്കെങ്കിലും എനി അതേഴ്സ് പ്ലീസ്? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സാറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷനിലേക്ക് പോകാം. ഹലോ സാറേ, ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. സെപ്റ്റംബറിൽ ജോയിൻ ചെയ്ത ആളാണ് ഹൃദ്യ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ സെപ്റ്റംബറിൽ ജോയിൻ ഏത് വർഷം? ഈ വർഷം 2024 ജോയിൻ ചെയ്ത ആളായിരുന്നു. ഈ വർഷം 25 സോറി, 24 ജോയിൻ ചെയ്താണ്. അപ്പൊ അതിനുശേഷം ഞാൻ സെപ്റ്റംബറിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒക്ടോബർ ലാസ്റ്റിൽ ഞാൻ മെറ്റേണിറ്റിയിൽ പ്രവേശിച്ചു. അപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ ലീവ് ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണോ എനിക്ക് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷം തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ശേഷമാണോ എടുക്കാൻ പറ്റുക? നിർവചനത്തിൽ റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റേഡിയേഷൻ പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, നിങ്ങൾ ആ റേഡിയോഗ്രാഫറായിട്ട് അവിടെ ജോലി ചെയ്യുന്നതായ കാലഘട്ടത്തിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ 6 മാസക്കാലം ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ട് തന്നെ റേഡിയോ വിഭാഗത്തിൽ ആ റേഡിയോഗ്രാഫർ എന്ന് പറയുന്നതായ തസ്തികയിൽ നമ്മൾ 6 മാസം ഇല്ലായിരുന്നു. ശമ്പളവും മറ്റ് അലവൻസുകളും ഒക്കെ കിട്ടും. പക്ഷെ ആ റേഡിയോഗ്രാഫർ എന്ന തസ്തികയിൽ 6 മാസം ഇല്ലാത്തതുകൊണ്ട് 6 മാസക്കാലവും കൂടി അവിടെ ജോലി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതായ സ്പെഷ്യൽ ക്യാഷ് ലീവിന് അർഹതയുള്ളൂ. അതാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ സാർ. Any others, please? സാർ, അതിന്റെ ഒരു ക്ലാരിറ്റി ഇവിടെ വേണം. ഈ 6 മാസം കഴിഞ്ഞ് 6 മാസം കൂടെ ജോലി ചെയ്യണോ, അതോ 6 മാസം പിന്നെ ഒന്നേം തുടങ്ങണോ, പിന്നെ 1 വർഷം ചെയ്യണോ? ഇതില് റേഡിയേഷൻ വർക്കർ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നത് എവരി റേഡിയേഷൻ വർക്കർ ഷാൾ ബി ഗ്രാൻഡഡ് 30 days സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇൻ 1 spell എവരി ഇയർ ടു റിക്കവർ ഹിസ് ഹെൽത്ത് ഈവൻ വെൻ ഹിസ് ഹെൽത്ത് ഈസ് അപ്പറന്റ്ലി ഗുഡ് എന്നാണ്. അതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഈ 1 വർഷക്കാലം എന്ന് തന്നെയാണ് പറയുക. 1 വർഷക്കാലത്തെ ഡ്യൂട്ടി വേണമെന്നാണ് പറയുന്നത്.
അപ്പൊ ഒരു വർഷക്കാലത്തെ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസക്കാലം കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം കഴിഞ്ഞില്ല, വീണ്ടും വരുമ്പോൾ അത് മുതൽ ഒരു വർഷക്കാലം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലിയർ ആണ്. അതായത് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്ന് പഴയതുകൂടെ ചേർത്തെടുക്കില്ല. നേരത്തെ ഒരു വർഷക്കാലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു. ഒരു വർഷക്കാലം പൂർണ്ണമായും നിന്നാൽ മാത്രമേ ആ ഒരു വർഷക്കാലത്തിനാണ് കൊടുക്കുന്നത് 30 ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ്. നേരത്തെ ഒരു വർഷം ഇല്ലാതെ 6 മാസം കൊണ്ട് കഴിഞ്ഞു, പിന്നെ 6 മാസം മെറ്റേണിറ്റി ലീവിലായിരുന്നു. ഇനി മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യുന്നത് മുതൽ ഒരു വർഷം എന്ന് തന്നെയാണ് കണക്ക്. ക്ലിയർ ആയോ സർ? ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. അപ്പൊ വേറെ ടോം എന്തോ സംശയം ചോദിച്ചിരുന്നു. ടോം പ്ലീസ്. സാറേ, ഈ LW എടുത്ത് പഠിക്കാൻ പോവാന്ന് പറയുന്നു, അപ്പൊ അതിന് പ്രായപരിധി ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രായപരിധി ഇല്ല. നമ്മുടെ സർവീസ് കാലഘട്ടത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇന്ത്യക്കകത്തോ വിദേശത്തോ നമുക്ക് ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ ഒക്കെ തന്നെ അനുവാദമുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന ലീവ് എടുത്ത് നമുക്ക് പഠിക്കാൻ പോകാം. 5 വർഷക്കാലമാണ് നമുക്ക് തരുന്നത്. എൻ്റെ സർവീസിൽ 5 വർഷമേ തരുള്ളൂ. നമുക്ക് LLB എടുക്കണോ, ML എടുക്കണോ, LLM എടുക്കണോ, അല്ലെങ്കിൽ PhD ചെയ്യണോ, നമുക്ക് ഏത് വിദ്യാഭ്യാസ യോഗ്യത നേടുന്നെങ്കിലും ഏത് കോഴ്സ് ചെയ്യണമെങ്കിലും അതിന് വേണ്ടിയിട്ട് നൽകുന്നതാണ് 12B. ഒരു പ്രാവശ്യം LW എടുത്ത ആൾക്ക് പറ്റില്ല അല്ലേ? 5 വർഷം കഴിഞ്ഞുവെങ്കിൽ കിട്ടില്ല. 2 വർഷമേ ആയുള്ളൂ എങ്കിൽ ബാക്കി 3 വർഷം കൂടെ കിട്ടും. ശരി സാർ, താങ്ക് യു. ഓക്കെ അടുത്ത പ്ലീസ്. സാറേ, പറഞ്ഞോ. ഒരു വർഷം കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് റേഡിയേഷൻ ലീവ് എടുക്കാൻ പറ്റുള്ളൂ? 11 മാസം വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ സാർ അതിന്റെ ഇടയിൽ നമ്മൾ കമ്മ്യൂട്ടർ ലീവോ അല്ല വേറെ ഏതെങ്കിലും ലീവ് ഒരു 10 ദിവസം അങ്ങനെ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേഡിയേഷൻ സ്പെഷ്യൽ ക്യാഷ് ലീവിന് അർഹത വരുന്നില്ല. സാറേ, ഇവിടെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനിടക്ക് എത്ര ലീവ് എടുത്താലാണ് നമ്മൾ ഈ പറഞ്ഞ 1 സ്പെല്ലിൽ നിന്ന് ഔട്ട് ആവുന്നത് എന്നാണ് ചോദ്യം. അതായത് കണ്ടിന്യൂസ്, ഇപ്പൊ ഈ മെറ്റേണിറ്റി ലീവ് എന്നൊക്കെ പറഞ്ഞാൽ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടാണ്. അതല്ല സാറേ, നമ്മളിപ്പോ ഒരു CML 6 ദിവസം എടുത്താലാ, 10 ദിവസം എടുത്താലാ, 20 ദിവസം എടുത്താലാ, എങ്ങനെയാണ് 30 ദിവസം എടുത്താലാ ആണ് ഇതെന്ന്? അതായിരിക്കും ചോദ്യം എന്ന് വിചാരിക്കുന്നു. ശരിയാണോ? സാറേ, പ്രൊലോങ്ഡ് ആയിട്ട് കമ്മ്യൂട്ടർ ലീവ് എടുത്താൽ, ഇപ്പോൾ 1 വർഷക്കാലമോ 6 മാസക്കാലമോ നീണ്ട കമ്മ്യൂട്ടർ ലീവ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ സ്പെഷ്യൽ ക്യാഷ് ലീവ് നമുക്ക് ലഭിക്കാത്തത്. ഇപ്പോൾ 1 മാസം കമ്മ്യൂട്ടർ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ക്യാഷ് ലീവ് 1 മാസവും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 12 മാസക്കാലം എന്നുള്ള നിലയ്ക്ക് ലഭിക്കും. പക്ഷെ നിലവിൽ നമുക്ക് അങ്ങനെ ലഭിക്കുന്നില്ല, അത് പലരും തരുന്നില്ല. അതിന് നമ്മൾ ഈ സംഘടന തന്നെ പരാതിപ്പെടേണ്ടി വരും. കാരണം അവരുടെ 1 വർഷം എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് എന്ന് ഇതിനകത്ത് പറയുന്നില്ല. അങ്ങനെ വാക്ക് അല്ല, 1 സ്പെൽ എന്ന് പറയുന്നുണ്ടല്ലോ അവര്. 1 സ്പെൽ എന്ന് പറയുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂസ് എന്ന് പറയുന്നില്ല. അതാണ് 15 ദിവസത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ റേഡിയേഷൻ ലീവിനെ ബാധിക്കുന്ന പറയുന്നത്. ഒരു സ്പെല്ല് എന്ന് പറയുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ഒരു 15 ദിവസമോ 20 ദിവസമോ കമ്മ്യൂട്ടർ ലീവ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങണം എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസിന്. അതാണ് സാർ അതിന്റെ കൃത്യമായ ഒരു ഡേറ്റ് ആണ് ചോദിക്കുന്നത്. 1 മാസമാണോ, 10 ദിവസമാണോ, 15 ദിവസമാണോ എന്ന് പറയുന്നില്ല. പക്ഷെ നിലവിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് 15 ദിവസത്തിൽ താഴെ ലിമിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ലീവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശം വേണം. ഈ 2 നിർദ്ദേശം ഇല്ലാതെ തന്നെ ഇത് ഇങ്ങനെ ഒരു 15 ദിവസം ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് എവിടെയാണ് അധികാരം വന്നത് എന്നുള്ള അറിയില്ല. ഈ റൂളിൽ അങ്ങനെയൊന്നും. സാർ ഇക്കാര്യത്തിൽ ഒന്ന് പരിശോധിക്കണമെന്ന് കൂടി ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യണം. പറയുന്നുള്ളൂ, ഇതിനകത്ത് പറയുന്നത് 1 സ്പെൽ എവരി ഇയർ എന്നേ പറയുന്നുള്ളൂ. സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇൻ 1 സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ എന്നാണ് അർത്ഥം. അതിലൊരു 15 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ 1 മാസത്തെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പെല്ല് മാറുന്നില്ലല്ലോ. 1 മാസത്തിൽ കൂടുതലാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെയും പറയുന്നില്ല. ഇതിനകത്ത് അങ്ങനെ പറയുന്നേ ഇല്ല. നമ്മുടെ ഈ പറയുന്നതായ നമ്മുടെ അപ്പൻഡിക്സ് 8 അങ്ങനെ ഒരു പൊതുവേ പറയുന്നില്ല. ആ അപ്പൻഡിക്സ് 8 ഒന്ന് പൂർണ്ണമായിട്ടും നമ്മൾ എടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയൂ. അപ്പൻഡിക്സ് 8 കേരള സർവീസ് റൂൾസ്, അതിൽ ഇങ്ങനെ 1 സ്പെല്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ 1 സ്പെല്ലെന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറയുന്നില്ല. അത് കണ്ടിന്യൂസ് ആണെന്നോ അല്ലെങ്കിൽ 3 മാസക്കാലമെന്നോ അല്ലെങ്കിൽ 2 മാസക്കാലമെന്നോ ഡെഫിനിഷനായിട്ട് പറയുന്നില്ല.
ഓക്കെ സാർ, ആ കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് അടുത്ത ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിശദമായ ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ സർ. ആ ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സർ, അവിടെ എക്സ്പ്ലനേഷൻ ഒരിക്കലും കറക്റ്റ് ആണെന്നുള്ളത് രാജൻ സാറിന് പറയാൻ പറ്റുമായിരിക്കും. 30 രാജേഷ് സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടെ റേഞ്ച് എല്ലായിടത്തേക്ക് മാറി നിൽക്കൂ രാജേഷ്. ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ രാജേഷ് ക്ലിയർ ആവുന്നില്ല. സാർ കേൾക്കാം. ഹലോ. റേഡിയേഷൻ ലീവില് 30 ദിവസമാണ് നമ്മളെ സർവീസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അനുവദിക്കുന്നത്. അപ്പോ മറ്റേതെങ്കിലും ലീവ് നമ്മൾ 30 ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് റേഡിയേഷൻ ലീവിന് ഈക്വൽ ആയി. അതായത് നിങ്ങൾ 30 ദിവസം റേഡിയേഷൻ ഫീൽഡിൽ നിന്ന് മാറി നിന്നു, അതിനാൽ നിങ്ങൾക്ക് ഇനി റേഡിയേഷൻ ലീവ് തരാൻ നിർവാഹമില്ല എന്നാണ് അവരൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ഇതിപ്പോ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കാരണം ഈ പറഞ്ഞത് ലോജിക്കാണ്, കാരണം യുക്തിസഹമായ കാര്യമാണ്. കാരണം 30 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേതെങ്കിലും ഒരു ലീവ് 30 ദിവസം എടുത്തു പോയാൽ അത് ലോജിക്കാണ്. പക്ഷെ അതിന് ഒരു ഉത്തരവ് ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഉത്തരവ് ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ അത് കുറെ മോർ ക്ലാരിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. താങ്കൾ പറഞ്ഞത് ഇപ്പൊ ലോജിക്കാണ്, അത് കറക്റ്റാണ്. കാരണം 30 ദിവസം നമ്മൾ ലീവ് എടുക്കുന്നത്, നമ്മൾ 30 ദിവസത്തെ ലീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലീവിന് അർഹതയില്ലല്ലോ എന്നവർ പറയുന്നതിൽ ലോജിക്കുണ്ട്. പക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതോറിറ്റി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ക്ലിയർ ആയോ? അതേപോലെ സാറേ, ഈ ആദ്യത്തെ നമ്മൾ ജോയിൻ ചെയ്ത ആദ്യത്തെ ഒരു 3 മാസം ഒരു മെഷീൻ ഇൻസ്റ്റാളേഷനായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പേപ്പർ വർക്കുകളായിട്ട് നീങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇതിന് അർഹതാവണമെങ്കിൽ ഈ 3 മാസം കഴിഞ്ഞിട്ടേ കൂട്ടുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ടേ കൂട്ടുള്ളൂ. ഇതിൽ വളരെ കൃത്യമായിട്ട് അപ്പൻഡിക്സ് 8 നമ്മൾ വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചാൽ, ആ അപ്പൻഡിക്സ് 8ന്റെ വാക്ക് ഞാൻ വായിക്കാം. എവരി റേഡിയേഷൻ വർക്കർ ഷാൾ ബി ഗ്രാൻഡഡ്, മനസ്സിലായി, 30 days സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇൻ വൺ സ്പെൽ every year by recouped his health, even his health is apparently good എന്നാണ്. റേഡിയേഷൻ വർക്കർ എന്ന് പറയുന്നിടത്ത് ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ റേഡിയേഷൻ വർക്ക് എന്ന് പറയുന്നിടത്ത് നമ്മളവിടെ 3 മാസക്കാലം നമ്മൾ അതർ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്, അല്ലെങ്കിൽ പേപ്പർ വർക്കാണ് ചെയ്തതുകൊണ്ട് 3 മാസം അതിൽ നിന്ന് ഒഴിവാക്കും. റേഡിയേഷൻ റൂമിനകത്ത് നമ്മൾ കയറുന്നില്ല, മറ്റു വർക്കുകളാണ് ചെയ്തത്. ഇവിടെ റേഡിയേഷൻ വർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ 1 മാസക്കാലം റിക്കൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തരുന്നത്. അവിടെ വളരെ അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് 3 മാസക്കാലം നമ്മൾ നേരത്തെ ഏതെങ്കിലും അതിന് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും വർക്കുകൾ ചെയ്തുവെങ്കിൽ അത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടുകയില്ല. ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജിൻസ് പ്ലീസ്. സാറേ പറഞ്ഞോളൂ. സാറേ, നമുക്ക് ടോട്ടല് ഒരു വർഷം 20 CL 22 COL അങ്ങനെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് അതിലത്തെ ഹോളിഡേയ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെയാണ്? അതായത് നമ്മുടെ 52 ഹോളിഡേയ്സ് 2018 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം പാരാമെഡിക്കൽ വിഭാഗത്തിനെല്ലാം തന്നെ 22 മാത്രമേ കോമ്പൻസേഷൻ ലീവേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. കാരണം ഈ അവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹോളിഡേയും, അതായത് നഴ്സിംഗ് സ്റ്റാഫിന് എല്ലാ ഹോളിഡേയും അനുവദിച്ചിട്ടുണ്ട്, എല്ലാ ഹോളിഡേ. നമുക്ക് 52 ഹോളിഡേയിൽ 22 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മൾ അംഗീകൃത ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഡ്യൂട്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 22 മാത്രമേ ലഭിക്കാൻ അർഹതയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പറയുക, അല്ലെങ്കിൽ നമുക്ക് സാറിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ഒരു സംശയം ചോദിച്ചു സാർ. ഞാൻ റേഡിയേഷൻ ലീവിലായിരിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫർ ലഭിക്കുകയും അപ്പൊ ആ ടൈമില് ജോയിൻ ചെയ്യണതിനുള്ള പ്രൊസീജിയേഴ്സ് അവിടെ ആ സമയത്ത് നമുക്ക് ലീവിലാണല്ലോ. അതുകൊണ്ട് ലീവിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് റിലീവ് ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ നമുക്ക് തന്നിരിക്കുന്നതായ റേഡിയേഷൻ നിന്നാണ് നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലാതെ നമ്മളെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുകയല്ല. അപ്പോൾ അവിടെ നമ്മൾ റേഡിയേഷൻ്റെ സ്പെഷ്യൽ ക്യാഷ് ലീവ് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോയി റീജോയിൻ ചെയ്യുകയും നമ്മളെ അവിടുന്ന് അന്ന് റിലീവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ജോയിനിങ് ടൈം എടുത്ത് പോവുകയും ചെയ്യാം. അല്ല സാറേ, അപ്പൊ അവിടെ നമ്മളെ ജോയിനിങ് ഡ്യൂട്ടി എന്നായിട്ട് കരുതപ്പെടും. ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ റീജോയിൻ ചെയ്യണം.
നമ്മൾ ഈ സ്പെഷ്യൽ ക്യാഷ് ലീവിൽ നിൽക്കുന്നതായ ഒരു മാസത്തിൽ നമ്മൾ 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ട്രാൻസ്ഫർ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം പോയി ജോയിൻ ചെയ്താലും മതിയാവും. അതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ട്രാൻസ്ഫറാണ്, എനിക്ക് ഇവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 21-ാമത്തെ ദിവസം ഞാൻ റീജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ ട്രാൻസ്ഫർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റീജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് റീജോയിൻ ചെയ്യുകയും അന്ന് തന്നെ നമുക്ക് റിലീവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 22-ാമത്തെ ദിവസം മുതൽ നമുക്ക് അർഹതപ്പെട്ടതായ ജോയിനിങ് ടൈം എടുക്കുകയും ചെയ്യാം. കാരണം പിന്നെ നമ്മളവിടെ റേഡിയേഷൻ അവിടെ അല്ലല്ലോ ചെയ്യുന്നത്, വേറെ ഒരിടത്തല്ലേ. അല്ല, അപ്പൊ റേഡിയേഷൻ ലീവ് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് പോയി ജോയിൻ ചെയ്താൽ മതിയോ മറ്റു സ്ഥലത്ത്? അതെ, കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടേ അങ്ങോട്ട് പോകാക്കുള്ളൂ. ഇവിടുന്ന് റിലീവ് വാങ്ങിക്കണം. ഇവിടുന്ന് റിലീവ് വാങ്ങിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അല്ല സാർ, അത് അപ്പൊ ഒരു പകരം ഒരാൾ അവിടെ വന്ന് നമ്മളെ പുറത്താക്കുന്ന രീതിയിൽ പകരം വന്നു പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിലീഫ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആ ലീവ് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയി ജോയിൻ ചെയ്യണം. സ്പെഷ്യൽ ക്യാഷ് ലീവ് നമുക്ക് തീരുന്നതിന്റെ നെക്സ്റ്റ് ഡേ പോയി ജോയിൻ ചെയ്യണം. അല്ല, ഞാനിങ്ങനെ റേഡിയേഷൻ ലീവിലാണെന്ന് അവിടുത്തെ ക്ലർക്കിൽ നിന്ന് എന്തെങ്കിലും രേഖ ഇവിടെ കൊണ്ട് സമർപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ഉണ്ട്. കാരണം സ്പെഷ്യൽ ക്യാഷ് ലീവിൽ നിൽക്കുന്ന നമ്മളെ മറ്റൊരാൾ വന്ന് റിലീവ് ചെയ്യുമ്പോൾ അങ്ങനെ മറ്റൊരാൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, താങ്കളെ റിലീവ് ചെയ്തിട്ടുണ്ടെന്നും താങ്കൾ ഈ സ്പെഷ്യൽ ക്യാഷ് ലീവ് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ പോയി ജോയിൻ ചെയ്യണമെന്നും നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യണം. നമ്മുടെ ഫോർമർ യൂണിറ്റ് നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യണം, വ്യക്തിപരമായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യണം. അതായത് ഓർഡറിലൂടെ തന്നെ നമ്മളെ അറിയിക്കണം. ഓക്കെ രജനി. ഓക്കെ സാർ, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നീണ്ടുപോയി. അത്രയും എന്താ പറയാ, അത്രയും കൃത്യമായും ക്ലാരിറ്റിയോട് കൂടിയാണ് സാർ ഓരോ കാര്യം പറഞ്ഞു തന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ സീരിയസ് ആയിട്ടുള്ള ആളുകൾ പോലും പുതിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും സാർ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. സാർ ഇനിയും ഞങ്ങളെ കൂടെ വരണം ക്ലാസ്സുകൾക്ക്. ഒരു എന്താ പറയാ, വാക്കുകൾ കൊണ്ട് പറയാനാവാത്തതിലധികം നന്ദി തീർച്ചയായിട്ടും സാറിനോട് ഞങ്ങൾക്കുണ്ട്. ആ സ്നേഹവും നന്ദിയൊക്കെ സാറിനോട് പറയുന്നു, മനസ്സിൽ സൂക്ഷിക്കുന്നു. ഒരുപാട് താങ്ക് യു സർ. എനിക്ക് പറയാനുള്ളത്, കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ക്ലാസ് മീറ്റിങ്ങിൽ കയറാൻ പറ്റിയില്ല. കാരണം നമ്മൾ സാധാരണ ഒരു 100 പാർട്ടിസിപ്പൻസിന് വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ സാധാരണ ഒരു 45 പരമാവധി 40 വന്നിട്ടുള്ളൂ ഇതുവരെ. അപ്പൊ ഇത് നമ്മുടെ എക്സ്പെക്ടേഷനൊക്കെ കടന്നുകൊണ്ട് 100 കടന്നിട്ടുള്ള ഒരു നമ്പറായിരുന്നു. അത് അടുത്ത പ്രാവശ്യം നമ്മൾ അത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പൊ സാറിന് പ്രത്യേകം നന്ദി. അപ്പൊ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ.